നിങ്ങളുടെ ഏത് സങ്കടത്തിലും സന്തോഷത്തിലും ഞാനുണ്ടാവും. അതെനിക്ക് അതിനൊരു മേലങ്കി ആവശ്യമില്ല. പിന്നെ എൻ്റെ തൃശ്ശൂർക്കാർ, എൻ്റെ സ്വന്തം തൃശ്ശൂർക്കാർ, നിങ്ങളിൽ എന്നെ വിമർശിച്ചവരുണ്ടാവും, എനിക്കെതിരെ വക്രീകരിച്ച പോസ്റ്റുകൾ ലൈക്ക് ചെയ്തവരും ഷെയർ ചെയ്തവരുണ്ടാവും, എന്നെ കണ്ണിൽ ചോരയില്ലാതെ നിശ്ചിതമായി ആക്രമിച്ചവരുണ്ടാകും. എനിക്കൊരു പണക്കമില്ല, ഒരു പരിഭവമില്ല. നിങ്ങൾക്കെന്തൊരു സങ്കടം വന്നാൽ, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ, ഞാൻ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാത്ത ഒരു കുടുംബക്കാരനെ പോലെ ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, നിങ്ങൾ BJP ആവട്ടെ, നിങ്ങൾ UDF ആവട്ടെ, പാർട്ടി ഇല്ലാത്തവരാവട്ടെ, സ്നേഹം തരും, ഞാൻ ഉറപ്പായി തരും. നിങ്ങളുടെ ന്യായത്തിന് വേണ്ടി എവിടെ വാദിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. അതിന് MP സ്ഥാനം ബാധകമല്ല, MLA സ്ഥാനം ബാധകമല്ല, ഏതെങ്കിലും പാർട്ടി സ്ഥാനം ബാധകമല്ല. ഒന്നുമില്ലാത്തിരിക്കുന്ന സന്ദർഭത്തിലും ഓർമ്മയുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എന്നെ സമീപിക്കുന്നവർക്കും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നവർക്കും അവരുടെ ഒരു ബന്ധുവായി കൂടെ ഉണ്ടാകും. എനിക്ക് പറയാം. TN പ്രതാപനാണ് നമ്മളോടൊപ്പമുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. നമസ്കാരം. 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 അതായത് ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ എല്ലാമായിരുന്ന K കരുണാകരൻ്റെ മകൾ BJP ചേർന്നിരിക്കുകയാണ്. ഇത് എത്രമാത്രം അങ്ങയുടെ വിജയസാധ്യതയെ ബാധിക്കും? ഒന്നും ബാധിക്കില്ല. തൃശ്ശൂർ ജനങ്ങളുടെ ലീഡറോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് ലീഡറോടുള്ള സെൻറ്റിമെൻറ്റ്സാണ്. ഞങ്ങളൊക്കെ ലീഡറുടെ ഏറ്റവും വലിയ അനുയായികളാണ്. ലീഡർ ഒരുപാട്, പക്ഷേ ഞങ്ങളൊക്കെ ലീഡറുടെ ഫാനാണ്. അപ്പോൾ ലീഡർ എന്നും അമ്പലത്തിൽ പോകണം. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ആളാണ്. ഈശ്വരവിശ്വാസി, പൂജാരി കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. എല്ലാ പ്രമാദത്തിലും എഴുന്നേറ്റ് കുളിച്ച് നാമം ചെല്ലുന്ന ആളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മതനിരപേക്ഷതയുടെ ആളുമാണ് ലീഡർ K കരുണാകരൻ. ലീഡർ ആത്മാവ് ഒരിക്കലും ഇതിനോട് പൊരുത്തപ്പെടില്ല. ലീഡർ ആത്മാവ് ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് സങ്കടപ്പെടുന്നുണ്ടാകും. ഞങ്ങളെല്ലാവരും ലീഡറെ കൺമുന്നിൽ കാണുന്ന പോലെ തോന്നാണ്. ഞാനിപ്പോൾ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ക്യാമറയ്ക്കകത്ത് കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ അടർന്ന് വീഴുന്ന ലീഡറുടെ മുഖം കാണുകയാണ്. കാരണം ലീഡർ എന്നും വർഗീയതയ്ക്കെതിരാണ്, വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരാണ്. ഒരു സന്ധിയും അവരോട് ചെയ്യാത്ത ആളാണ്. ഏറ്റവും വലിയ ഹൈന്ദവ വിശ്വാസിയാണ്. ആ ലീഡറുടെ സങ്കടപ്പെടുത്തിയ ലീഡറുടെ കണ്ണിൽ നിന്നും സ്വർഗത്തിലിരുന്ന് കണ്ണുനീർ ആരെങ്കിലും പൊഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കില്ല, ജനങ്ങളും മാപ്പ് കൊടുക്കില്ല. മനസ്സിലാകും, കുറച്ച് ദിവസം കഴിയട്ടെ. ഏത് സാഹചര്യത്തിലാണ് പത്മജ ഇപ്പോൾ BJP-യിലെത്തിയത്? ഒരു BJP-ക്കാരിയായ പത്മജയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരി, അത് കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ. അതായത് കോൺഗ്രസിൽ നിന്നുള്ള തിക്താനുഭവങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. പാവം ചേച്ചിയാണ് പത്മജ ചേച്ചി. അവർക്ക് പാർലമെൻറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സീറ്റിൽ മൂന്തപുരത്ത് പാർലമെൻറ്റിൽ മത്സരിക്കാൻ ഭാഗ്യം കിട്ടി. അവർക്ക് കോൺഗ്രസ്സിൽ 25 വർഷക്കാലം പേരമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച തൃശ്ശൂർ 2 തവണ മത്സരിക്കാൻ ഭാഗ്യം കിട്ടി. കേരളത്തിലെ ഗവൺമെൻറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ KTD സർ ചെയർമാനാവാൻ ഭാഗ്യം കിട്ടി. KPCC ജനറൽ സെക്രട്ടറി ആവാനുള്ള ഭാഗ്യം കിട്ടി. KPCC എക്സിക്യൂട്ടീവ് മെമ്പറാവാനുള്ള ഭാഗ്യം കിട്ടി. അവർക്ക് KPCCയുടെ 31 പേരുള്ള കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാവാനുള്ള ഭാഗ്യം കിട്ടി. ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. ലീഡറുടെ മകളായി ജനിക്കാൻ കഴിഞ്ഞതിലുള്ള ഭാഗ്യം ചെറുതല്ല. ഞാനൊക്കെ ജനിച്ചത് ഒരു മീൻപിടുത്തക്കാരൻ്റെ മകനാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത, എഴുത്തും വായനറിയാത്തൊരു അമ്മയുടെ മകനാണ്. പാടത്ത് കൊയ്യാൻ പോയിരുന്ന, അയൽവക്കത്ത് മുറ്റടിക്കാൻ പോയിരുന്ന, പാത്രം കഴുകാൻ പോയിരുന്ന ഒരു അമ്മയുടെ മകനായി ജനിച്ചതാണ്. അതേപോലെ 3-ാം ക്ലാസ് കണ്ട് വരെ പഠിച്ച അച്ഛൻ്റെ മകനായി ജനിച്ച ഒരാളാണ്. പക്ഷേ ചേച്ചി എത്രയോ ഭാഗ്യവതിയാണ്, എത്രയോ ഭാഗ്യവതി. ചേച്ചി ഇതൊക്കെ തിരിച്ചറിയട്ടെ. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ആ റോഡ് ഷോ നടത്തിയപ്പോൾ അതിൽ പത്മജ വേണുഗോപാലിനെ താങ്കൾ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറയുന്ന വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. എന്താണ്? അയ്യോ, അത് ചേച്ചി ഒരു കാര്യം പറയാമോ? എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവർ ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ ഒരു പെങ്ങളെ പോലെ കരുതുന്ന ആളാണ്. ഞാനതുകൊണ്ട് ചേച്ചിയോട് അതിന് മറുപടി പറയുന്നില്ല. എൻ്റെ മനസ്സാക്ഷിയും ചേച്ചിയുടെ മനസ്സാക്ഷിക്കും സത്യം എന്താണെന്ന് അറിയാം. അതായത് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് 2 തവണ മോദി വന്നിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതായത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ തൃശ്ശൂർ എന്നർത്ഥം. വളരെ വിപുലമായ രൂപത്തിൽ 2 തവണ മോദി വരികയും പ്രാരംഭമായിട്ട് BJP അതിൻ്റെ എല്ലാ വിധത്തിലും പ്രവർത്തനം നടത്തുകയും ചെയ്തു.
എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഇലക്ഷനെ? മോദി വന്നു, ശരിയാണ്, 2 തവണ വന്നു. ഗ്യാരണ്ടി പറയാനും കല്യാണം കൂടാനും പിന്നെ എൻ്റെ അയൽപക്കത്തെ ശ്രീരാമക്ഷേത്രത്തിലും വരികയുണ്ടായി. BJPക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്. BJPക്കാർ തന്നെ പറയണത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടാമനാണ് ഈ ഇലക്ഷൻ നിയന്ത്രിക്കണമെന്നാണ്. കോടികൾ വരുന്നു എന്നാണ് പറയുന്നത്. മോദിയും കോടിയും തൃശ്ശൂർ ഒരേപോലെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് BJPക്കാർ പറഞ്ഞത്. ഞാൻ പറയുന്നതല്ല, ശരിയാവും. പക്ഷേ ജനങ്ങളുടെ മനസ്സിനകത്ത് ചില വിശ്വാസങ്ങളുണ്ട്. അത് ഈ പണത്തിൻ്റെ മുന്നിലോ വേറെ ഏതെങ്കിലും വാഗ്ദാനങ്ങളുടെ മുമ്പിലോ സിനിമാറ്റിക് സ്റ്റൈലിൻ്റെ മുന്നിലോ ഒന്നും വഴങ്ങുന്നവരല്ല ജനങ്ങൾ. കേരളമാണ്, തൃശ്ശൂർ കൂടിയാണ്. ബോധ്യവും അല്പം കഴിഞ്ഞോട്ടെ. ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനിക്കുകയാണ്. ഞാൻ പാർലമെൻറ്റ് മെമ്പറാണ്. ഇന്ത്യയിലെ ആര് പ്രധാനമന്ത്രി ബഹുമാനിക്കും. നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ആണ് നമുക്കുള്ളത്. പ്രധാനമന്ത്രി ഇനിയും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനിയും വരണം, ആഭ്യന്തരമന്ത്രി വരണം, മോഹൻ ഭഗത്ത് വരണം. തൃശ്ശൂർ അങ്ങനെ ഇന്ത്യ മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി തൃശ്ശൂർ പൂരവും വിഖ്യാതമായ ക്രൈസ്തവ ഇസ്ലാം മതങ്ങളുടെ പ്രഭവ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണുമായതുകൊണ്ട് തൃശ്ശൂർ ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു മണ്ണാണ്. ഒരു പാർലമെൻ്ററി വ്യവസ്ഥയിലും തൃശ്ശൂർ ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു മണ്ണായി മാറട്ടെ. കാണാം, കാത്തിരിക്കാം തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സും തീരുമാനവും എന്താണെന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഇന്ത്യ ടുഡേ സർവേയിൽ പറയുന്നത് തൃശ്ശൂർ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. എന്താണ് എനിക്ക്? ഞാൻ കണ്ടില്ല അങ്ങനൊരു സർവേ. ഞാൻ കണ്ട എല്ലാ സർവേകളിലും തൃശ്ശൂർ UDF മുന്നിലാണെന്നാണ്. ഞാൻ 3 സീറ്റുകളാണ് കേരളത്തിൽ BJPക്ക് മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്നത്. അതിലൊന്ന് തൃശ്ശൂരാണ്. ഒരു പെയ്ഡ് സർവേകളുണ്ട്, പലതും പെയ്ഡ് ന്യൂസുകളുണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് മീഡിയ വർക്കുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഭയങ്കര പെയ്ഡ് വർക്ക് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ 5 വർഷം ഡൽഹിയിൽ നിന്ന് പലതും പഠിക്കാനും കാണാനൊക്കെ ഇടയായി. മുഖ്യധാര അച്ചടി ദൃശ്യമാധ്യമങ്ങൾ പോലും പെയ്ഡ് ആയി നടക്കുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്. പെയ്ഡ് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന, പെയ്ഡ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, പെയ്ഡ് സർവേകളടക്കം വരാനുള്ള സ്ഥലത്ത് വേറെ ഇപ്പോൾ ഞാൻ തന്നെ 4 സർവേക്കാർ തൃശ്ശൂർ ഞാൻ തന്നെ ഒന്നാമതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവേകളൊക്കെ നമുക്ക് വോട്ടുള്ളപ്പോൾ ബോധ്യമാവും എങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഇതേപോലെ സർവേകളൊക്കെ ഉണ്ടായി. ഇതേപോലെ തന്നെ പലരും പറഞ്ഞു വെച്ചിരുന്നു നമുക്ക് വോട്ടെണ്ണയും ഫലം പ്രഖ്യാപിക്കാൻ ബോധ്യമാവും. അതായത് ഇപ്രാവശ്യം BJP നടത്തുന്ന പ്രചരണവും അതേപോലെ CPI അതായത് LDF നടത്തുന്ന പ്രചരണവും പ്രധാനമായി പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടേക്ക് പ്രതാപൻ MP കണ്ടിട്ടില്ല, നാട്ടിൽ കാണുന്നില്ല എന്നാണ്. എന്താണ് എനിക്ക് പറയാൻ? അരിയാഹാരം കഴിക്കുന്ന ഒരാളും പറയാനിടയില്ല. അരിയാഹാരം കഴിക്കാതെ വേറെ പലതും കഴിക്കുന്നവർ ചിലപ്പോൾ പറഞ്ഞൊന്ന് വരും. അരിയാഹാരം കഴിക്കുന്നതിന് സ്വബോധം ഉണ്ടാവാൻ ഇടയുണ്ട്. അരിയാഹാരം കഴിക്കാതെ മറ്റു പലതും കഴിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും എല്ലാം കാണണമെന്നില്ല. ഞാൻ ഇന്ത്യയിലെ എല്ലാ പാർലമെൻറ്റ് മെമ്പർമാർക്കും പാർലമെൻറ്റ് സമ്മേളനം, പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെൻറ്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, അതിൻ്റെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുള്ള പരിശോധനയ്ക്കൊക്കെ പോകും. അത് കഴിഞ്ഞാൽ അത് ഏകദേശം എല്ലാം കൂടി വരുമ്പോൾ 200 ദിവസത്തിന് താഴെ വരും. ബാക്കി ദിവസം എല്ലാ ദിവസവും 5:30-6 മണി മുതൽ രാത്രി 12:30 മണി വരെ ഈ നിയോജക മണ്ഡലത്തിൽ മുക്കിലും മൂലയിലും ലൈവാണ്. ഞാൻ ഇവിടെ 2 വർഷം കോവിഡ് ഉണ്ടായിരുന്നു. 2 വർഷത്തെ കോവിഡ് കാലത്ത് 46 ലക്ഷം രൂപയുടെ മരുന്ന് MP ഓഫീസും മെഡിക്കൽ ഷോപ്പായിട്ട് കൊടുത്ത ആളാണ്. 5 കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയ ആളാണ്. എൻ്റെ MP ഫണ്ട് 100% ചിലവഴിച്ച് ഇന്ത്യയിലെ MP മാർ അപൂർവപ്പെടുത്ത അതിൻ്റെ കണക്ക് നോക്കിയാൽ സൈറ്റിൽ പോയാൽ കിട്ടുമല്ലോ. മുഴുവൻ പണം ചിലവഴിച്ചു. എൻ്റെ മുൻഗാമി ഒരാളുണ്ടായിരുന്നു CPI MP, 2.5 കോടി രൂപ ചിലവഴിക്കാണ്ട് ഉപേക്ഷിച്ച് പോയി. 5 കൊല്ലം കോവിഡൊന്നും ഇല്ലാത്ത 5 കൊല്ലം MP ആയിരുന്നിട്ട് പണം ഞാൻ ചിലവഴിച്ചു. ആ പണം കൂടി ഞാൻ ചിലവഴിച്ചു. MP വെറുതെ ഇരുന്നാൽ MP ഫണ്ട് മുഴുവൻ ചിലവഴിക്കപ്പെടുമല്ലോ. പാർലമെൻറ്റിലെ അറ്റൻഡൻസ്, പാർലമെൻറ്റിലെ പ്രസംഗം, പാർലമെൻറ്റിലെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ 6 വർഷം പാർലമെൻറ്റ് മെമ്പറായ ചില രാജ്യസഭാ മെമ്പർമാരുണ്ടല്ലോ, അവരുടെ 6 വർഷത്തെ അറ്റൻഡൻസും അവർ 6 വർഷത്തെ ക്വസ്റ്റ്യനും 6 വർഷത്തെ പ്രസംഗവും എൻ്റെ 5 വർഷത്തെ കൂടി ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാകും. മാത്രമല്ല, ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ ഓരോ വർഷവും 10,000-നും 15,000-നും വേണ്ടി കുട്ടികൾക്ക് MP എഡ്യൂക്കേഷൻ അവാർഡ് കൊടുക്കുന്ന ആളാണ്. 10,000 കുട്ടികൾക്ക് എൻ്റെ കൈ കൊണ്ട് ഒരു വർഷം, അപ്പോൾ 5 വർഷം കൊണ്ട് കോവിഡിന് 2 വർഷം മാറ്റിവെച്ചോ, 3 വർഷം കൊണ്ട് 30,000 കുട്ടികൾക്ക്, 30,000 വീട്ടിലെ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് MP സർട്ടിഫിക്കറ്റും MP വിദ്യാഭ്യാസ അവാർഡും കൊടുക്കുന്ന ആളാണ്.
എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എൻ്റെ ഒരു ടച്ച് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം മാത്രം ഞാൻ സ്കൂൾ വാർഷികത്തിൽ ഈ അധ്യയന വർഷം തീരുമ്പോൾ ഏകദേശം 42 സ്കൂൾ വാർഷികങ്ങളിൽ പങ്കെടുത്ത ആളാണ്. MP ഇവിടെ ഇല്ല എന്ന് പറയുള്ളൂ. പിന്നെ പാർലമെൻറ്റിൽ തന്നെ 5 തവണ സസ്പെൻഡ് ചെയ്തു. വെറുതെ ഇരുന്ന പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്തു. ആരും ഉറങ്ങിയാൽ പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്യുമോ? ഞാൻ പിന്നെ ശിവൻകുട്ടി ഇതുപോലെ കൊണ്ട് മടക്കി വളച്ച് പിന്നെ സ്പീക്കറെ മേശൊന്നും തട്ടിയിട്ട് സസ്പെൻഡ് ചെയ്തില്ല. പാർലമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്ത് ഇടപഴകി ചോദ്യങ്ങൾ ചോദിച്ച് തർക്കിച്ചിട്ടും ശരിക്ക് വേണ്ടി വാദിച്ചതിൻ്റെ പേരില്ല. അപ്പോൾ അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം. അതായത് സുരേഷ് ഗോപി പറയുന്നത്, ഇപ്പം സുരേഷ് ഗോപി എല്ലാ തരത്തിലും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹമായിരുന്നു ഈ മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിയിരുന്നത്, അല്ലാതെ പ്രതാപനല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ചിരിക്കാനേ തോന്നുന്നുള്ളൂ. ഭയങ്കരമായിട്ട് പുഞ്ചിരിക്കാനേ തോന്നുന്നത്. കാരണം സിനിമയിൽ സംഭാഷണവും സംവിധായകരൊക്കെ ഉണ്ട്. സംഭാഷണം എഴുതി കൊടുക്കും. സിനിമയിലെ എല്ലാ ഡയലോഗും ടിഷ്യൂ പോലെ ആവുക. സിനിമ ഡയലോഗ് പോലെ 6 വർഷം രാജ്യസഭ മെമ്പറായ ആൾക്ക് കിട്ടിയ MP ഫണ്ട് എത്ര കോടി തൃശ്ശൂർ ചെലവഴിച്ചു? അത് കണക്ക് പറഞ്ഞ് 6 വർഷം ഒരു രാജ്യസഭ മെമ്പർക്ക് എത്ര കോടി രൂപ ഉണ്ടായി? അതിൽ എത്ര കോടി ഞാൻ 5 വർഷം MP ആയിട്ടുള്ളൂ. എത്ര കോടി തൃശ്ശൂർ ചെലവഴിച്ചിട്ടുണ്ട്? ഒന്ന് നോക്കിയേ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 403 കോടിയിലെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമാക്കുന്നത് ഞാൻ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും പാർലമെൻറ്റിലും റെയിൽവേ മിനിസ്റ്റർക്ക് നിരന്തരമായി സമ്മർദ്ദം ചെയ്ത് എത്ര മീറ്റിംഗ് അതിന് വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിട്ടുള്ളത്. MP റെയിൽവേ പിന്നെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അവതരിപ്പിച്ചത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അമൃതാക്കുന്നതിന് വേണ്ടി നേരിട്ടിട്ട് പ്രധാനമന്ത്രിക്ക് തന്നെ ഞാൻ നേരിട്ട് കത്ത് കൊടുത്ത ആളാണ്. പാർലമെൻറ്റിൽ ഉന്നയിച്ച ആളാണ്. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അമൃത് സെക്കൻഡിൽ, പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ, ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ, അതൊക്കെ അമൃത് ചൂരിയാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കാലത്ത് നടന്നതാണ്. ഈ നാട്ടിൽ ദേശീയപാത ഏറ്റവും പ്രധാനപ്പെട്ട തുരങ്കം കുതിരാൻ തുരങ്കം. ഞാൻ MP ആയിട്ട് വരുമ്പോൾ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് അവിടെ എല്ലാം കഴിഞ്ഞ് നാട്ടുകാർ സമരം നടക്കിയിരുന്നു. ഞാൻ ഇടപെട്ടിട്ട് കേരളത്തിലെ 19 MP കൊണ്ട് ഒപ്പിടിച്ചിട്ട് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ചേംബറിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ കർശനമായ നിർദ്ദേശം നിതിൻ ഗഡ്കരി കൊണ്ട് കുടിപ്പിച്ചിട്ട് ആ തുരങ്കാൻ പണി തുടങ്ങി പൂർത്തിയാക്കിയത് തുരങ്കം കുതിരാൻ തുരങ്കം. ആക്സിഡൻറ്റ് സ്പോട്ടുണ്ട് 5 എണ്ണം. ആ 5 സ്ഥലത്ത് ഞാനിപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ അടിപ്പാത ഇവ ടെൻഡർ ചെയ്തു. പ്രധാനമന്ത്രി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു, നിർമ്മാണം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. റിയാസായിരുന്നല്ലോ ഉദ്ഘാടനത്തിനെല്ലാം റെഡി. ഞാനാണ് ആലപ്പുഴ സംസ്ഥാന പിന്നെ PWD വകുപ്പ് ഉണ്ടാവുമല്ലോ. പണം കൊടുക്കണമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ. അതിനെ സ്റ്റേറ്റിൽ അതിൻ്റെ ഒരു ഏത് സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് നോക്കുന്നത് PWD തന്നെയാണ്. പക്ഷേ ഇതിന് മുമ്പ് റിയാസിന് മുമ്പും കേരളം ഭരിച്ചിരുന്നത് LDFൻ്റെ മന്ത്രിയാണ്, PWD മന്ത്രി ഉണ്ടായിരുന്നത്. ഇതേ പിണറായി വിജയൻ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അന്നും കുതിരാൻ അവിടെ പണിയില്ലാണ്ട് സ്തംഭിച്ച് കിടക്കുകയായിരുന്നു. സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരെയും കണ്ടിട്ടില്ല. ഞാനാണ് 18 കിലോമീറ്റർ യാത്ര നടത്തി ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയത്, എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം കൊണ്ട് പറയുന്നത്. അദ്ദേഹം പരമപാവ. അദ്ദേഹത്തിന് നല്ല ഓർമ്മയുള്ള ആളാണ്. പക്ഷെ ചിലത് ചിലപ്പോൾ ഓർമ്മയിൽ വരണമെന്നില്ലല്ലോ. നല്ല ഓർമ്മയുള്ളവർക്കും ചിലത് ഓർമ്മയിൽ വരണമെന്നില്ല. കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ആദ്യത്തെ പദയാത്ര തൃശ്ശൂർ ജില്ലയിൽ നടന്ന ആരാ? പത്രങ്ങൾ എടുത്ത് നോക്കുക, ചാനൽ എടുത്ത് നോക്കുക, സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക. TM പ്രതാപൻ MP ജോസ് ഫോളൂർ DC പ്രസിഡന്റ് നയിച്ച അതെ ഞങ്ങൾക്കൊരു കിതപ്പുണ്ടായില്ല. ഞങ്ങൾ കരുവന്നൂർ മുതൽ കളക്ടറേറ്റിന് മുമ്പ് വരെ ഞങ്ങൾ യാത്ര പ്രഖ്യാപിച്ച് നടന്നതിന് ശേഷമാണ് സെലിബ്രിറ്റി നടന്നത്. പിന്നെ ഞങ്ങൾ സെലിബ്രിറ്റി ഒന്നുമില്ല. പിന്നെ റോസാപ്പൂവില്ല, ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇല്ല, അഭിനയിക്കാൻ അറിയില്ല, സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ പല മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ കരുവന്നൂർ പദയാത്ര നടത്തിയത് സെലിബ്രിറ്റിയാണെന്നാണ് പറയണത്. അതിനു മുമ്പ് അത് 18 കിലോമീറ്റർ 21 കിലോമീറ്റർ പദയാത്ര നടത്തി എവിടെ നിന്ന് കരുവന്നൂർ മുതൽ കളക്ടറേറ്റ് വരെ. അതിനുശേഷം സെലിബ്രിറ്റി നടത്തിയതിന് മാത്രം മീഡിയാസുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യാൻ മീഡിയാസില്ല. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. ആളുകൾക്ക് എല്ലാവർക്കും അത് ചിലപ്പോൾ അല്ലെങ്കിൽ സ്പോൺസേഡ് ആണോ അല്ലെങ്കിൽ ഈ ചില ലേഖകന്മാരെ സ്വാധീനിച്ചിട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ ജനകീയ പദയാത്ര നടത്തിയത് തൃശ്ശൂർ MP തൃശ്ശൂർ DC പ്രസിഡന്റുമാണ്. ഞങ്ങൾ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് വേറെ സെലിബ്രിറ്റി അനൗൺസ് ചെയ്തിട്ട് നടത്തിയത്. എന്തൊരു മനുഷ്യന് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്, നമുക്ക് ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്.
മറവി അനുഗ്രഹമാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ നുണകളും പറയരുത്, അസത്യങ്ങൾ പറയരുത്, സത്യങ്ങൾ നമുക്ക് പറയാം. ഈ തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ AC മൊയ്തീൻ അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ് അത്തരം കാര്യം? അന്തർധാര തൃശ്ശൂരിൽ കരുവന്നൂർ തട്ടിപ്പ് AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു, ബിജു മുൻ MP-നെ പറ്റി പറയുന്നു, അനൂപ് കാട CPM-ൻ്റെ കൗൺസിലറെ പറ്റി പറയുന്നു, പാർട്ടി നേതാക്കന്മാരെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ചിട്ട് വിളിച്ച് ED ചോദ്യം ചെയ്യുന്നു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ മുൻ MLA MK കണ്ണനെ വിളിച്ച് പാർട്ടി ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്ത് ഇപ്പം അറസ്റ്റ്, നാളെ അറസ്റ്റ്, ഇന്ന് അറസ്റ്റ്, ലോട്ടറിക്കാരെ പോലെ ഇങ്ങനെ പ്രചരണം വരുന്നു. ലാസ്റ്റ് ഒന്നുമില്ല. അന്തർധാര. കാരണം ഇത് തന്നെ, ഈ അന്തർധാര തന്നെയാണ് ലാവലിൻ കേസ് 37 തവണ മാറ്റിവെച്ചപ്പോഴുമുള്ള അന്തർധാര. ഈ അന്തർധാര ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി സമരത്തിന് വന്നിട്ട് മോദി എന്നൊരു വാക്ക് ഉച്ചരിച്ചില്ല, ഒരു വാചകം പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞില്ല. പ്രതിഷേധ സമരത്തിൽ വന്നിട്ട് അന്തർധാരയ്ക്ക് ഇനിയും വേണോ തെളിവ്? ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് പ്രതിയായിട്ടുള്ള കൊടകര കുഴൽപ്പണം വന്നിട്ട് അതിൽ BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രതിസ്ഥാനത്തുമില്ല. ആ കേസിൽ BJP-ക്കാർക്കും ഒരു കുഴപ്പമില്ല. ഒരു തട്ടിപ്പ് കേസിൽ CPM-കാർക്ക് യാതൊരു കുഴപ്പമില്ല. പാവം ജനങ്ങളുടെ പണം പോയി, 6 പേര് മരിച്ചു, ആത്മഹത്യ നടന്നു. ഇപ്പോഴും ചികിത്സിക്കാൻ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ 50,000 രൂപയിൽ മാത്രമായി 50,000 രൂപ മാത്രം കൊടുത്ത് ബാക്കിയുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സങ്കടം, എന്തൊരു കഷ്ടം. ഈ അന്തർധാര മനസ്സിലാക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട്, തൃശ്ശൂരുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റുകാർ, AKGയുടെ കമ്മ്യൂണിസ്റ്റുകാർ, കൃഷ്ണപ്പള്ളിയുടെ കമ്മ്യൂണിസ്റ്റുകാർ, സഖാവ് അഴീക്കോടൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ തൃശ്ശൂരുണ്ട്. അവരിതൊക്കെ മനസ്സിലാക്കും. പിന്നെ ചിലർ CPക്കാർ മിണ്ടാനേ ഉണ്ടായിരുന്നില്ല. മാർക്സിസ്റ്റുകാർ പ്രതികളായിപ്പോയി. ആ പ്രതികളെ മാറി നിന്ന് പിന്തുണയ്ക്കുന്നവരായിരുന്നു CPIയുടെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാവരും. എവിടെയായിരുന്നു ഈ കരുവന്നൂർ വന്നപ്പോൾ? അവർ ന്യായീകരിക്കില്ലായിരുന്നത്. ഇപ്പം എന്തോ ഒരു വെള്ളം പൂശാൻ വേണ്ടി വരികയാണ്. പോട്ടെ. അതായത് ലാവ്ലിൻ കേസ് എന്ന് താങ്കൾ പറഞ്ഞു 37 അല്ല 39ാമത്തെ തവണയാണ് വരുന്നത്. 22 തവണ രജിസ്റ്റർ വഴിയും മാറ്റിവെച്ചിട്ടുണ്ട്, 61 തവണ മാറ്റിവെച്ചിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നത് ഞാനാണെന്ന് അങ്ങക്ക് അറിയാം. അതുകൊണ്ടാണ് അങ്ങ് അതിനെടുത്ത എഫർട്ടും അതിൻ്റെ ഫോളോ അപ്പും അറിയുന്നതുകൊണ്ടാണ് ഞാൻ ലാവലിൻ എടുത്ത് പറഞ്ഞത്. അതായത് എൻ്റെ ഓഫീസ് കത്തിച്ചും അറിയാലോ, എൻ്റെ ഓഫീസ് കത്തിച്ചും വഴിയാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയായി മാറിയെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിൽ 60 തവണ മാറ്റി വെച്ചിട്ട് 6.5 വർഷമായിട്ടും എന്തുകൊണ്ടാണ് താങ്കളെപ്പോലുള്ള സമുന്നതനായ ഒരു MP പൊതുരംഗത്ത് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന കേസും ഈ ലോകസഭയിലെ ഈ കാര്യം എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞു എന്നറിയാം. ഞങ്ങൾ പ്രതിപക്ഷ MP-മാർ, കേരളത്തിലെ MP-മാർ ഈ ലാവലിൻ കേസിൻ്റെ വിഷയം ഞങ്ങൾ പാർലമെൻറ്റിൽ ഡിബേറ്റിനിടയിൽ പറയാറുണ്ട്, ഡിബേറ്റുകൾക്കിടയിൽ. എൻ്റെ അടുത്ത് ഇന്ന് പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 3 MP-മാരെ ഞാൻ കണ്ടിപ്പം 3 MP-മാരും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്രേമചന്ദ്രൻ പറഞ്ഞു, ബെന്നി ബെഹനാൻ പറഞ്ഞു, അതേപോലെ ആൻ്റണി പറഞ്ഞു. ഞങ്ങൾക്കത് അവതരിപ്പിക്കുന്നതിൽ മുന്നണി തങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങൾ പ്രസംഗത്തിൻ്റെ ഇടയിലുള്ള BJP-നെ ആക്രമിക്കാൻ വേണ്ടി പറയുന്നതിലെ കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ പിന്നെ അഴിമതിയുടെ കേസുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവ നിങ്ങൾ മൂടിവെക്കുന്നു, മാറ്റിവെക്കുന്നു എന്ന് പരാമർശം നടത്തിയത് ലാവലിൻ്റെ ഉദ്ദേശം തന്നെയാണ്. അതായത് 60 തവണ മാറ്റിവെക്കുമ്പോഴും അതിനകത്ത് CBI പ്രോസിക്യൂട്ടർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, അതായത് അമിത്ഷായുടെ വലങ്കൈ, അമിത്ഷായ്ക്ക് വേണ്ടി ഗുജറാത്തിൽ അഡ്വക്കേറ്റായി പ്രവർത്തിച്ചിട്ടുള്ള തുഷാർ മേത്ത, ഈ തുഷാർ മേത്തയാണ് സുപ്രീം കോടതിയിൽ പറയുന്നത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യം കൃത്യമായി ലോകസഭയിൽ അവതരിപ്പിച്ച് ഇത്രയും ഏറ്റവും വലിയ അഴിമതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അഴിമതിയെ അത് പ്രത്യേക സബ്മിഷനായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടോ അവതരിപ്പിക്കാൻ കോടതിയിലുള്ള ആണെങ്കിലും പറ്റില്ല. കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന കാര്യം സ്പീക്കർ ഗണിക്കില്ല. അല്ല, കോടതിയിലുള്ള കാര്യത്തെക്കുറിച്ചിട്ടല്ല, കോടതിയെ കുറിച്ചല്ല പറയുന്നത്, കോടതിയിൽ സർക്കാർ വക്കീൽ എടുക്കുന്ന നിലപാടിനെ കുറിച്ച് പറയാനാണ്. കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റി പാർലമെൻറ്റിനകത്തോ നിയമസഭയ്ക്കകത്തോ അവതരിപ്പിക്കാൻ നിലവിലുള്ള നമ്മുടെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ സമ്മതിക്കില്ല. നമുക്കൊരു പ്രസംഗങ്ങളിൽ
നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർലമെന്റിലെ പ്രസംഗത്തിൽ നമുക്ക് പരാമർശം. ഇത് കോടതിയിൽ നടക്കുന്ന കാര്യത്തെ എന്ന് പറയുമ്പോൾ കോടതി ബെഞ്ചിനെ കുറിച്ചിട്ടോ ജഡ്ജിനെ കുറിച്ചിട്ടോ അല്ല, അവിടെ ഗവൺമെന്റ് വക്കീൽ കാണിക്കുന്ന പിണറായി വിജയന് വേണ്ടിയിട്ട് ഓരോ തവണയും മാറ്റി വെക്കുന്നതിനെ തുറന്നു കാണിക്കാൻ. വക്കീല് മാറ്റി വെക്കാൻ വേണ്ടി പറയുമ്പോഴും ജഡ്ജ് കൂടി കൂട്ടത്തിലല്ലേ മാറ്റി വെക്കുന്നത്? ജഡ്ജ് അത് അവതരിപ്പിക്കും. ജഡ്ജ് കൂടി കൂട്ട് നിന്നുകൊണ്ടാണ് ഇത് മാറ്റി വെക്കുന്നതെന്ന് പറയേണ്ടി വരുമല്ലോ. അല്ല, കോടതിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. തിരിച്ച് ഇതിനു വേണ്ടി ഗവൺമെന്റിന് വേണ്ടിയിട്ട് BJP ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തുഷാർ മേത്ത ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അഴിമതിയാണല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെട്ട ഒരു അഴിമതിയാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങേപ്പോലുള്ള പ്രഗത്ഭരായ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്നത് പറയുന്നത്? സ്വാഭാവികമായിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇനി അവസരം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും. ഇപ്പം 6.5 വർഷമായി ഇനി പറയും നമ്മളത്. അതിലെ 9 പ്രതികളിൽ 4 പ്രതികൾ മരിച്ചുപോയി. ഞങ്ങളത് ഇത് സമൂഹ മധ്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴും നിരന്തരമായി ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 200 സാക്ഷികളിൽ ഏകദേശം 40ഓളം സാക്ഷികൾ മരിച്ചു കഴിഞ്ഞു. ഇനി ഒരു 2-3 കൊല്ലം കൂടി ആകുമ്പോൾ ഏകദേശം എല്ലാവരും മരിക്കും. അല്ല, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ സമൂഹ മധ്യത്തിൽ പറയുന്നുണ്ട്, എല്ലാ മാധ്യമ ചർച്ചകളിൽ പറയുന്നുണ്ട്, പൊതുസമ്മേളനത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു പൊതു ക്യാമ്പയിൻ, ഇലക്ഷൻ മാത്രമല്ല, ഞങ്ങൾ ഈ ലാവലിൻ കേസ്, ഇവരുടെ ഒത്തുതീർപ്പും അതിനകത്തുള്ള ഒരു അന്തർധാരയും പിണറായി വിജയൻ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും ഒരിക്കൽ പോലും വിമർശിക്കാത്തതും ഇതെല്ലാം ഈ ലാവലിൻ കേസിൻ്റെയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. കരുവന്നൂരും അതുപോലെ തന്നെ മാറുകയാണ്. ഇതേപോലെ തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ ഇവിടുത്തെ തട്ടിപ്പ്, വടക്കാഞ്ചേരി തട്ടിപ്പ്. ഈ പദ്ധതികളിലെല്ലാം തന്നെ പിണറായി വിജയനെ ഇതുവരെ തൊടാൻ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികൾ തയ്യാറായിട്ടില്ല. അതിനെ താങ്കൾ എവിടെയെങ്കിലും ഇത് ലോകസഭയിൽ ഇതുവരെ അതിനെ ഒരു തുറന്നു കാണിക്കാൻ ഈ നിമിഷം വരെ താങ്കൾ ലോകസഭയിൽ അത്തരം സബ്ജക്റ്റുകൾ വരാറില്ല സാധാരണ. ഇത്തരം സബ്ജക്റ്റുകൾ ലോകസഭയിൽ നമ്മൾ ഈ ബില്ലും ചർച്ചകളും കോൺസ്റ്റിറ്റ്യൂവൻസിലെ കാര്യങ്ങൾ, അതുപോലെ ബില്ലുകൾ വരുമ്പോൾ അതിനുള്ള മോദിയെ പോലും നമ്മൾ വിമർശിക്കാൻ വേണ്ടി ലോകസഭ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ ഉൾപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാത്തത് മുന്നണി അവരെയും സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? സ്റ്റേറ്റ് സബ്ജക്റ്റ് റെയറായിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടുവരുന്നു. ഞാനിപ്പോൾ അവിടെ കേരളത്തിന് വേണ്ടി അടിയന്തരമായി അവതരിപ്പിച്ച ആളാണ്. സാമ്പത്തിക പ്രശ്നം ഞാൻ അടിയന്തരമായി മറ്റൊരു പ്രശ്നമാണ്. അല്ല പറയുന്നത്, നമ്മൾ പൊതുവെ സ്റ്റേറ്റ് സബ്ജക്റ്റുകൾ പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ ചില ഡെക്കോറുണ്ട്, പാർലമെൻറ്റ് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതങ്ങനെ നമ്മൾ നോട്ടീസ് കൊടുത്താൽ അപ്പോൾ തന്നെ സ്പീക്കർ ഓഫീസ് നമുക്ക് ഇൻറ്റിമേഷൻ അയക്കും, ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ അത് പിന്നെ ഫ്ലോറിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച സ്പീക്കർ അപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്കത് പാർലമെൻ്ററി പ്രാക്ടീസ്, ഇപ്പോൾ നമ്മൾ 15 വർഷക്കാലം MLA ആയിട്ടുള്ള പാർലമെൻ്ററി പ്രാക്ടീസൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മൾ കുറേ കൂടിയും ആ പ്രൊസീജിയർ റൂൾസ് ആൻഡ് പ്രൊസീജിയർ മാക്സിമം നോക്കും. കാരണം നമ്മളെ സ്പീക്കർ നമ്മളെ തടുക്കുന്നതും ബാൻ ചെയ്യുന്നതും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. താങ്കളെക്കുറിച്ചുള്ള വലിയ ആരോപണം എന്താ വെച്ചാൽ മുസ്ലിം തീവ്രവാദം താങ്കൾ ഉപയോഗിക്കുന്നു, മുസ്ലിം ആ തീവ്രവാദപരമായിട്ടുള്ള സമീപനങ്ങൾ എടുത്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വലിയൊരു ആരോപണം വന്നിട്ടുണ്ട്. ഒരു കാര്യം തെളിയിച്ച പൊതുജീവിതം അവസാനിപ്പിക്കുക. താങ്കൾ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം തന്നെ വളരെ പ്രധാനമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ യൂട്യൂബ് അത് ബാൻ ചെയ്തു. യൂട്യൂബല്ല, ഞാൻ ഇന്നും ആ യൂട്യൂബ് കണ്ടിരുന്നു. യൂട്യൂബല്ല, അത് ഫേസ്ബുക്കായിരുന്നു വന്നതാണ്. യൂട്യൂബിൽ ഇപ്പോൾ അതെ, ഫേസ്ബുക്കിലാണ് ആദ്യം വന്നത്. ഫേസ്ബുക്ക് അതിൻ്റെ ഫാക്ച്വൽ ടീമുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഫാക്ച്വൽ എന്നെ വിളിച്ചിരുന്നു. അവരത് പരിശോധിച്ചു, അത് ഫോക്കസ് ആണെന്ന് കണ്ടു. ഇപ്പം അത് നോക്കിയോ, ഫേസ്ബുക്കിലാണ് ഇത് വന്നത്, ബാൻ ചെയ്തു. എൻ്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഇവർ ഈ വക്രബുദ്ധികൾ പറയുന്ന സംഘപരിവാർ സംഘടനകൾ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം പ്രസംഗത്തിൽ ഫേസ്ബുക്കേർ ആ പ്രസംഗം കേട്ടിട്ട് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പരാതി കൊടുത്തല്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് ഫേസ്ബുക്കിൽ നിന്ന്. അവരുടെ ഫാക്ച്വൽ ടീം ഞങ്ങൾ ആ പ്രസംഗം മുഴുവൻ കേട്ടു, അത് കംപ്ലീറ്റ് അസസ് നടത്തി. ആ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങളെപ്പറ്റി പരാമർശിച്ചത് തെറ്റാണെന്ന് മനസ്സിൽ ഞങ്ങളിത് ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ 2 പേർക്കും ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് എൻ്റേതായ ചില വിശ്വാസം, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാൻ ഗുരുവായൂരപ്പ പരിപാടി വേണ്ടി എനിക്ക് പറയാനൊരു മടിയൊന്നുമില്ല. പിന്നെ ക്രിസ്ത്യാനിനെയും മുസൽമാനെയും ഹിന്ദു സ്നേഹിക്കാൻ പാടില്ല എന്ന് എന്നെ ഗാന്ധിജി പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ മതവും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന സനാതന ഹിന്ദു മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെ സ്നേഹിക്കാനും എല്ലാ മതങ്ങളെ ബഹുമാനിക്കാനും എല്ലാ മതങ്ങളെ പഠിക്കാനും എല്ലാ മതങ്ങളിലെ നന്മയെ തിരിച്ചറിയാനാണ്. ഒരു ആളെ പേര് നോക്കി അയാളുടെ രൂപം നോക്കി അയാളെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുന്നത്
എൻ്റെ വിശ്വാസമല്ല, എൻ്റെ സനാതന ഹിന്ദുമത വിശ്വാസമല്ല, എൻ്റെ കോൺഗ്രസ് ഹിന്ദുമത വിശ്വാസമല്ല. ഞാൻ മഹാത്മാഗാന്ധിയെ രാഷ്ട്രീയ ഗുരുവായിട്ട് കാണുന്ന ആളാണ്. ആ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും അതല്ല. അതുകൊണ്ട് മറ്റേത് ഏതെങ്കിലും തെളിയിച്ചാൽ ഞാൻ പറയുന്നത് കേൾക്കാം. കേസ് അത് പറഞ്ഞതിനെതിരെ എൻ്റെ PR തന്നെ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതൊരു മറുപടി കൊടുത്തില്ല വക്കീൽ സുരേന്ദ്രൻ. അല്ല, നോട്ടീസ് അയച്ചു എന്നത് ഒരു ഇതല്ല, കേസ് ഫയൽ ചെയ്തു ആ ഡേറ്റാ പറയുക, കേസ് ഫയൽ ചെയ്യാൾ. ഇതേപോലെ താങ്കളെ കുറിച്ചുള്ള വലിയ ആരോപണം, താങ്കൾ കുത്തക മുതലാളിമാരുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഒരു മുതലാളിനെ പറ്റി പറയുമോ? താങ്കൾ യൂസഫ് അലിയിൽ നിന്ന് സ്വന്തം മകൾക്ക് വേണ്ടി 1 കോടി രൂപ സംഭാവന വാങ്ങി. വേറെ ഒരു മുതലാളിയെ പറ്റി പറയാൻ പറ്റും? യൂസഫ് അലി മതിയല്ലോ. കുത്തക മുതലാളി ഒരു മുതലാളിയിലുള്ളൂ, ഇന്ത്യയിലല്ല ലോകം മുഴുവൻ ഒരു അറിയപ്പെടുന്നത് മുതലാളിയിലുള്ളൂ. യൂസഫ് അലി മുതലാളി ആവണതിന് മുമ്പ് ഞാൻ യൂസഫ് അലിയുടെ നാട്ടുകാരനാണ്, എൻ്റെ അയൽവാസി. താങ്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു അലിഗേഷൻ എല്ലാവരും എൻ്റെ അയൽവാസിയാണ്, ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് പറയണത്, അങ്ങയുടെ സുഹൃത്ത് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. യൂസഫ് അലി എൻ്റെ അയൽവാസിയാണ്. യൂസഫ് അലി അനുജൻ അഷ്റഫ് അലി ഞാനും കൂടി ഒരു കോളേജിൽ പഠിച്ചു. ഞാൻ പ്രീ ഡിഗ്രിക്ക് നാട്ടിക കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് യൂസഫ് അലി അനിയ അഷ്റഫ് അലി പഠിക്കണം. അവരന്നൊന്നും ഇന്നത്തെ ലുലു ആയിട്ടില്ല. സാധാരണ ഒരു ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ബിസിനസ്സും അവരയാളാപ്പ ദുബായിലേക്ക് പോയി ഇട്ടുള്ളത് വളരെ സാധാരണക്കാരായ ആൾക്കാർ. അയാളുടെ ഒരു ബജാജ് സ്കൂട്ടറുണ്ട്, അഷ്റഫ് അലി എന്ന് പറഞ്ഞ യൂസഫ് അലിക്ക് ഒരേ ഒരു ബ്രദറുള്ളൂ. ആ സ്കൂട്ടറുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു കൊണ്ടുവരാറില്ല. എൻ്റെ വീട് വളരെ ഒരു പാവപ്പെട്ട സാധാരണ ദരിദ്ര കുടുംബമാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് കാലത്ത് വരുമ്പോൾ കോളേജിലേക്ക് വരുമ്പോൾ ചോറ് തരാനുള്ളൊരു സൗകര്യമൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. അഷ്റഫ് അലി വീട്ടിലേക്ക് ചോറിന് പോകുമ്പോൾ അയാളെ സ്കൂട്ടർ മേലെ കയറ്റി കൊണ്ടു. അത് ഡിഗ്രി, ഞാൻ പ്രീ ഡിഗ്രി. ഞാൻ യൂണിവേഴ്സിറ്റി കൗൺസിലറെ മത്സരിച്ചു. അഷ്റഫ് അലി ആർട്സ് ക്ലബ് സെക്രട്ടറി മത്സരിച്ചു. KSU സ്ഥാനാർത്ഥിയായിരുന്നു അഷ്റഫ് അലി, നാട്ടിക കോളേജിലത്തെ. ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി മത്സരിച്ച ആളാണ്. അന്ന് മുതലേ ഞാൻ അഷ്റഫ് അലിയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്ന വരെ ഉച്ചയ്ക്ക് ചോറ് വിളമ്പുമ്പോൾ എനിക്കും അഷ്റഫ് അലിക്കും ഒരുമിച്ച് വിളമ്പും. ആ കാലം മുതൽ ആ വീട്ടിലെ ഒരു കുടുംബാംഗമാണ് ഞാൻ. ആ വീടുമായി എനിക്ക് അത്രമാത്രം ആത്മബന്ധമുണ്ട്. അത് എൻ്റെ നാട്ടിൽ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, അത് രാഷ്ട്രീയമായ ബന്ധമല്ല. യൂസഫ് അലിയുടെ അനുജൻ അഷ്റഫ് അലി ഞാൻ തമ്മിലുള്ള കോളേജ് ബന്ധം തുടങ്ങി. അത് അവർ ഉപ്പയെ ഞാൻ ഉമ്മാന്ന് വിളിക്കും, ഞാൻ ഉപ്പാന്ന് വിളിക്കും, എന്നെ മോനേന്ന് വിളിക്കും. ആ ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിനെ പിന്നെ എൻ്റെ കൂടെ നാട്ടിലെ കോളേജിൽ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ പോലത്തെ ഒരു ദരിദ്രനായ ഒരാളെ ഈ കാണുന്ന രീതിയിൽ സഹായിച്ചത്. എനിക്ക് ഈ സുഹൃത്തുക്കളുടെ സമ്പത്ത് എന്ന് പറയുന്നത് എണ്ണിയാലൊടുങ്ങുന്നതാണ്. അതിൽ SFIക്കാരുണ്ട്, AISFകാരുണ്ട്, ABVPക്കാരുണ്ട്. എൻ്റെ കോളേജിലും സ്കൂളിലും പഠിച്ച സുഹൃത്തുക്കൾ. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കെ തൃശ്ശൂർ ജില്ലയിൽ 6 കൊല്ലം KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കാലത്ത് വിവിധ കോളേജിൽ പഠിച്ച കൂട്ടുകാർ, അവർ പലരും ഗൾഫിലും യൂറോപ്പിലും പലയിടത്തും ഇന്ത്യയിലും പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അവരാണ് എന്നെ പോലെയുള്ള ഈ ഒരു ദരിദ്രനെ ഈ നിലയിൽ എത്തിച്ചതിൽ മുഴുവൻ പങ്കും അവരാണ്. ഇപ്പോഴും ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് എൻ്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോൾ വീട് സംരക്ഷിക്കാൻ വേണ്ടി, പറമ്പ് ബാങ്ക് ജപ്തി ചെയ്ത് പോയപ്പോൾ എനിക്കൊരു വീടുണ്ടാക്കി തരാൻ വേണ്ടി, ആ ഒരു ലോഡ് കല്ല് മുതൽ എനിക്ക് വീട്ടിലെ സ്വിച്ച് ബോർഡ് വരെ വാങ്ങി തന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ എല്ലാ താങ്ങും തണലും ജീവിതത്തിൽ അനുഭവിച്ചുള്ളതാണ്. ഇന്നും ആ താങ്ങും തണലും തന്നെയാണ്. അതിൽ രാഷ്ട്രീയ ജാതിയും മതമൊന്നുമില്ല. അതിൽ അഷ്റഫ് അലിയുടെ ബ്രദർ യൂസഫ് അലി അവർ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ പഠിക്കുന്നു. ഒരു കോടിയൊന്നും എന്നത് ഏത് ആരും. എൻ്റെ മകൾ MBBS പരീക്ഷ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് അമൃതയിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. അതിൻ്റെ ഫീസ് അവർ എത്രയോ ഈ യൂസഫ് അലി അല്ലെങ്കിൽ PNC മേനോൻ, CK മേനോൻ, അല്ലെങ്കിൽ ഗൾഫാർ മുഹമ്മദ് അലി, ഇങ്ങനെ ഒരുപാട് പേര് ട്രസ്റ്റുകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികളെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാവണയില്ലാത്ത കഴിവില്ലാത്തവർക്ക് പഠിപ്പിക്കാൻ ആരെങ്കിലും ദാനധർമ്മം ചെയ്യുന്നവർ ഈ നാട്ടിലുണ്ടാവും. ഒരുപാട് എന്നെ പോലത്തെ 100 കണക്കിന് പാവങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കളെ കുറിച്ചുള്ള മറ്റൊരു ആരോപണം എന്താ വെച്ചാൽ, താങ്കൾ വീട്ടിൽ പട്ടിണിയിൽ കിടന്ന പ്രതാപൻ ഇപ്പോൾ കോടീശ്വരനാണ്. താങ്കൾക്ക് അനധികൃതമായി ധാരാളം സ്വത്തുക്കളടക്കം നാട്ടികലാഭാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ എതിർപക്ഷം പ്രചരിക്കുന്നത്. എൻ്റെ നന്ദകുമാർജി എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൂടുതൽ സ്വത്തിനെങ്കിൽ എടുത്തു ഞാൻ മുഴുവൻ നന്ദകുമാർജിക്ക് തരാം. ആരോപണം ഉന്നയിക്കുന്നവർക്ക് മുഴുവൻ തരാം. ആര് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒരാൾ ചോർന്നൊലിക്കുന്നൊരു കുടിലിൽ ജനിച്ച ഒരാൾ മരിക്കുന്നവരെ ചോർന്നൊലിക്കുന്ന കുടിലിൽ തന്നെ ജീവിക്കണമെന്ന് വാദിക്കുന്നതിൻ്റെ ഒരു അതുണ്ടല്ലോ, അത് ഒരു വല്ലാത്തവരെ വാദം തന്നെയാണ്. ഒരാൾ പട്ടിണി കിടന്ന്, ശരിയാ, ഞാൻ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കീറിയ ട്രൗസർ സൂചി നൂല് കൊണ്ട് അമ്മ തുന്നി തന്ന് സ്കൂളിൽ പോയാളാണ്.
ഞാൻ വലിയ ആളായി ഇപ്പോൾ ഈ 60 വയസ്സാകുമ്പോഴും ഞാൻ കീറിയ ഷർട്ടും സൂചി നൂലുകൊണ്ട് തുന്നി തന്നെ ഇടണം എന്ന് വാദിക്കുന്ന ആ ഒരു വാദമുണ്ടല്ലോ, ആ ഒരു വാദത്തിൻ്റെ ഫ്യൂഡലിസത്തെ ഞാൻ കൈതൊഴണം. പട്ടിണി കിടന്നവൻ പട്ടിണി കിടന്ന് തന്നെ മരിക്കട്ടെ, കുടിൽ കിടന്നവൻ കുടിൽ കിടന്ന് തന്നെ മരിക്കട്ടെ, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ചവൻ ദാരിദ്ര്യത്തിൽ തന്നെ കിടന്ന് മരിക്കട്ടെ. അതാണ് നിങ്ങളുടെ ഫ്യൂഡലിസം എന്നുണ്ടെങ്കിൽ ആ ഫ്യൂഡലിസത്തിന് മുമ്പിൽ ഞാൻ തൊഴുകൈ കൂപ്പുകയാണ്. രണ്ടാമത്തെ കാര്യം, എന്നെ പോലുള്ള ഞാൻ പറഞ്ഞല്ലോ, എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. അതിൽ ദരിദ്രരുണ്ട്, ധനികരുണ്ട്. എനിക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടത്തിന് മുന്നിൽ ഞാനൊന്ന് വിരഞ്ഞു പിടിച്ചാൽ സങ്കടത്തിന് മുന്നിൽ വന്നിട്ട് എനിക്ക് വെള്ളം വാങ്ങിത്തരാനും ചോറ് വാങ്ങിത്തരാനും വസ്ത്രം വാങ്ങിത്തരാനും എനിക്ക് വീട് കിട്ടിത്തരാനും എല്ലാത്തിനും സഹായിക്കാൻ ആളുണ്ട്. പകരം ഒന്നും അവർ സ്വീകരിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുമല്ല. പകരം ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഇടത് നെഞ്ചിലെ സ്നേഹമാണ്. ഞാൻ എന്താണെന്ന് എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കറിയാം. പിന്നെ ചിലർക്ക് ആളുകളെ വക്രീകരിക്കലാണ്, അങ്ങനെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് ാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ, അവർക്ക് മേലെ ആളിരിക്കുന്നുണ്ട്. കോടതിയേക്കാളപ്പുറത്തൊരാളുണ്ട്. കോടതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സത്യം തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ പോകും, അവസാനം വരെ പോകും. അതിനേക്കാളപ്പുറത്ത് എൻ്റെ ഒരു കോടതിയുണ്ട്. ഞാൻ ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് എൻ്റെ കോടതി ദൈവത്തിൻ്റെ കോടതിയാണ്. ഈ പറയുന്നവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവരോട് ചോദിക്കും. സത്യം 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 ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയാണ്, ഈശ്വരനെ സാക്ഷി നിർത്തി പറയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ അവരും ഒരു കണക്ക് പറയേണ്ടി വരും. വേറെ എവിടെയും കണക്ക് പറയണ്ട. തൽക്കാലം നമുക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടും ഇതിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ആളുകൾ വരും. അവിടെ നിന്ന് തിരിച്ചടി വരുമ്പോൾ നമ്മൾ തനിച്ചുണ്ടാവും. നമ്മുടെ കുടുംബം കൂടിയാണ്ടാവും. ചിലപ്പോൾ കുടുംബം ഉണ്ടാവില്ല, നമ്മൾ തനിച്ചാവും മെറ്റാളിൽ നിന്ന് അടി കിട്ടുമ്പോൾ. ഇന്നല്ലെങ്കിൽ നാളെ അത് മോദിയാവും ഏതെങ്കിലും ഒരു ദിവസത്തിൽ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതായത് താങ്കൾ മത്സരിച്ച ഇലക്ഷനെല്ലാം തന്നെ വൻ വിജയം നേടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയും അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. ഏറ്റവും വിഷമമുള്ള സ്ഥലത്ത് നാട്ടികയിൽ നിന്നാണ് താങ്കൾ വിജയിച്ചു വരുന്നത്. പിന്നീട് കൊടുങ്ങല്ലൂരിൽ വൻ വിജയം നേടി, പിന്നീട് ലോക്സഭാ മണ്ഡലത്തിൽ വൻ വിജയം നേടി. എന്താണ് താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം? എന്താണ്? ദൈവവും ജനങ്ങളും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ എൻ്റെ അച്ഛനെന്നെ വളരെ ചെറിയ പ്രായത്തിൽ പഴനിക്ക് നിക്കറിട്ട് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛനെന്നെ അമ്മയും ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അയൽവക്കത്തെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ട്. അച്ഛനെന്നെ വളരെ ചെറിയ പ്രായത്തിൽ അച്ഛൻ നാവൂർ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, എടക്കടിയൂർ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ വർഷവും അച്ഛൻ്റെ വഞ്ചിയിൽ നിന്നും നേർച്ച ഉണ്ടാവും, ദിക്കറുണ്ടാവും. അടുത്തുള്ള പള്ളിയിലെ മുഖ്യരുടെ വീട്ടിൽ അച്ഛൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, അവിടേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. സ്കൂളിൽ പോകാത്ത എഴുതാനറിയാത്ത അമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഗുരു. ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ആളുകൾ സ്നേഹിക്കുക. എൻ്റെ വീട്ടിൽ നിങ്ങൾ എപ്പോഴെങ്കിലും രാവിലെ വരിക. എൻ്റെ വീട്ടിൽ വരുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ വരാറുണ്ട്, BJPക്കാർ വരാറുണ്ട്, RSSകാർ വരാറുണ്ട്, പാർട്ടി ഇല്ലാത്തവർ വരാറുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളെ ഞാൻ എൻ്റെ പുഞ്ചിരിക്കാത്തൊരു മുഖവുമായി ഞാൻ തിരിച്ച് അയച്ചിട്ടില്ല. എൻ്റെ നാട്ടിൽ ഞാൻ ആദ്യം മത്സരിച്ച എൻ്റെ നാട്ടിലാണ്, ഞാൻ ജനിച്ച നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. ഞാൻ 22 വയസ്സുള്ളപ്പോൾ എന്നെ പാർട്ടിയിൽ ഒരു ഭാഗം എതിർപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് അന്ന് 202 വോട്ടിന് എൻ്റെ വാർഡിൽ നിന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി ജയിച്ചു. പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റായി. ബ്ലോക്ക് പ്രസിഡന്റായി അന്ന് കൃഷ്ണൻ കണിയാമറമ്പിൽ കൃഷി മന്ത്രിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി. എന്നെ വെറുതെ C ക്ലാസ് സീറ്റാണ് നാട്ടിക. കോൺഗ്രസ് ഒരിക്കലും ജയിക്കാൻ സീറ്റ് എന്നെ കൊണ്ട് മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ മത്സരിച്ചു. 12,000 താഴെ വോട്ടിന് ഞാൻ അവിടെ ജയിച്ചു. നാട്ടിൽ നിന്നാണ് ജയിച്ചത്. 2001 നാട്ടിൽ നിന്നാണ് ജയിച്ചത്, സ്വന്തം നാട്ടിൽ നിന്ന്. നമ്മളെല്ലാം ദൗർബല്യം അറിയുന്ന നാട്ടുകൾ മുമ്പിൽ നിന്ന്, നമ്മളെല്ലാം പിന്നെ ചീത്തവശവും അറിയുന്ന ആളുകൾ മുമ്പിൽ നിന്ന്. എന്നെ ഒരു പ്രഗത്ഭനായ മന്ത്രിയോട് ഞാൻ പോയി മത്സരിച്ചിട്ട് കോൺഗ്രസ്സിലെ ഒരു നല്ല ശതമാനം ആളുകളും മതം പറഞ്ഞും ജാതി പറഞ്ഞും എന്നെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചു. എനിക്കൊരു ജാതിയുടെ പിന്തുണയും ഒരു മതത്തിൻ്റെ പിന്തുണയും ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാ മനുഷ്യൻ്റെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്, എല്ലാ മതക്കാരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമുദായങ്ങളും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജയിച്ചത്. നാട്ടിക 2 തവണ ജയിച്ചു. LDFിൻ്റെ തരംഗകാലത്ത് ഞാൻ നാട്ടിക ജയിച്ചു. അന്ന് തന്നെ എൻ്റെ അടുപ്പുള്ള പലരും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ജയിച്ചു 2006. നാട്ടിക പിന്നെ പട്ടികജാതി സംവരണമായി മാറി. 5 കഷ്ണമായി മുറിഞ്ഞു പോയി നാട്ടിക മണ്ഡല വിഭജനം വന്നപ്പോൾ. എന്നോട് ആദ്യം മണലൂർ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മണലൂർ പോസ്റ്റ് അടിച്ച് കൺവെൻഷൻ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു മണലൂർ വേറെ ആൾ വന്നു. എന്നോട് പോയി കൊടുങ്ങല്ലൂർ നിൽക്കാൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പഴയ മാളെ CPIയുടെ മാള MLA CPI, കൊടുങ്ങല്ലൂർ MLA CPI, അത് രണ്ടും യോജിപ്പിച്ച കൊടുങ്ങല്ലൂർ നിൽക്കാൻ പറഞ്ഞു. എന്നോട് ഒരുപാട് പേര് വന്ന് നിൽക്കണ്ട. എന്നോട് പക്ഷേ എൻ്റെ നേതാവായ ഏക്കാനണി എന്നോട് പറഞ്ഞു മത്സരിക്കാൻ പറഞ്ഞു.
ഞാൻ പോയി കൊടുങ്ങല്ലൂർ മത്സരിച്ചു. ഞാൻ അവിടെ 14 തൊട്ട് നാളെ ജയിച്ചു. തൃശ്ശൂർ ഞാൻ 3 തവണ MLA ആയപ്പോൾ ഞാൻ നിലപാടെടുത്തു. 3 തവണ തുടർച്ചയായിട്ട് MLA ആയി. ഇനിയും ഒരുപാട് പേര് ഈ പാർട്ടിയിലുണ്ട്. ഞാൻ വല്ല തന്തയൊന്നും അപ്പനൊന്നും ആയിട്ടില്ല, 90 വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഈ പാർട്ടിയിൽ ഇനിയും അറിയപ്പെട്ടവരുണ്ട്, എന്നെ ഒന്ന് മാറ്റി നിർത്തും. തുടർച്ചയായിട്ട് 3 തവണയില്ലേ, എന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യൂ, പുതിയ ആൾക്ക് കൊടുക്കും. രാഹുൽ ഗാന്ധി എന്നെ വഴക്ക് പറഞ്ഞു, നേരിട്ട് വഴക്ക് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് എന്നെ വ്യക്തിപരമായി ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നെ അദ്ദേഹം ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നെ വീട്ടിലേക്ക് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു സോറി, എൻ്റെ ഇതൊരു പോളിസിയാണ്. എന്നെ ഷാർപ്പായിട്ട് ശാസിച്ചു മത്സരിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എന്നെ നിർബന്ധിക്കരുത്, ഞാനൊരു പോളിസി പറഞ്ഞതാണ്, എന്നെ ഒഴിവാക്കി തരണം. അവസാനം എന്നെ ഒഴിവാക്കി. എന്നെ അദ്ദേഹമാണ് DC പ്രസിഡൻ്റാക്കിയത് VM സുധീരൻ്റെ അനുഗ്രഹത്തോടു കൂടി. DC പ്രസിഡൻ്റ് അതിനുശേഷം തൃശ്ശൂർ LDFൻ്റെ സീറ്റാണ്, CM ചെയ്തവൻ MP-യാണ്. മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് പണമില്ല, പാർലമെൻറ്റ് മത്സരിക്കാൻ എനിക്ക് പണമില്ല. പാർലമെൻറ്റ് മത്സരിക്കാൻ പറഞ്ഞു. എനിക്ക് ആളുകളും കയ്യിൽ വളൂരി തന്ന ഇവിടെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെമ്പൂരി ചെക്കിപ്പെണ്ണെന്ന് പറയും പ്രായമുള്ള അമ്മ, ഈ എൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ കരഞ്ഞിട്ട് കയ്യുമ്മക്കിരുന്ന വള SC കുടുംബത്തിലുള്ളതാണ്. മകൻ ജോലി ചെയ്യുന്നിടത്ത് ഒരു കുഞ്ഞ് വളം അമ്മയ്ക്ക് ഇട്ട് കൊടുത്താൽ ആ വള ഊരിക്കൊണ്ടുവന്നിട്ട് എനിക്ക് എൻ്റെ സ്റ്റേജിൽ കൊണ്ട് തന്ന അമ്മയുണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകളുടെ സ്നേഹവും പിന്തുണ കൊണ്ട് ഇന്ന് വരെ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ ദൈവത്തിനോട് മുമ്പിൽ പോലും ഞാൻ നിലപാട് പറയും, ആരും മുമ്പിൽ. ഞാൻ അതുകൊണ്ട് പലപ്പോഴും ഹരിത MLA എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോഴും നിലപാടുണ്ട്. മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു കോംപ്രമൈസും ചെയ്യില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, ആരെന്ത് പറഞ്ഞു ചെയ്യില്ല. ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ കാസാന്ന് പറഞ്ഞാലും മറി ആക്ഷേപിച്ചാൽ ആ ആക്ഷേപത്തെ ഞാൻ പുഞ്ചിരിച്ച് തള്ളിക്കളയും. ഒരു മുസൽമാനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ വർഗീയവാദിയാണ് അല്ലെങ്കിൽ മുസ്ലിം ഫാസിസ്റ്റാണെന്ന് പറഞ്ഞാൽ അതിനെ പുഞ്ചിരിച്ചു. ഞാൻ ഹിന്ദുക്കളെ സ്നേഹിക്കും. കാവ്യ എടുത്തവരും നെറ്റിയിൽ ചന്ദനക്കുരിട്ടവനെ മുഴുവൻ ഈ RSS ആണ്, അവൻ തീവ്രവാദിയാണ്, ഹിന്ദു തീവ്രവാദി പറഞ്ഞ് എനിക്ക് യോജിപ്പില്ല. കാവ്യ എടുത്തവനും നെറ്റിയിൽ ചന്ദനക്കുരിട്ടവനും അമ്പലത്തിൽ പോണവനും മറ്റു മതങ്ങളെ സ്നേഹിക്കുമ്പോൾ വായിക്കുന്നുണ്ട്. ആ നിലപാട് എനിക്കുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്, എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. അതാണ് എൻ്റെ പാഠപുസ്തകം. അതായത് താങ്കൾ പലപ്പോഴും താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ട്. കുട്ടിപ്രായത്തെ ജീവിതം, താങ്കൾ പട്ടിണി കിടന്നിട്ടാണ് ജീവിച്ചുള്ളത്, അതിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട താങ്കൾ ഗന്ധമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതൊരു മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ ആണ് താങ്കൾ പറയാറ്. എന്താണ് താങ്കളുടെ കുട്ടിപ്രായത്തെ ജീവിതം, ആ കാലഘട്ടത്തിൻ്റെ അനുഭവം? ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു കോവിഡ് കാലത്ത്. എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വന്നിട്ട് ഞാൻ 14 ദിവസം ക്വാറൻറ്റൈനിൽ ഇരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വാളയാറിൽ കോവിഡ് ഒരു കേരളത്തിലേക്ക് ആളുകൾ വിടാണ്ട് വന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ആലത്തൂർ MPയും വടക്കാഞ്ചേരി MLA അയൽനക്കരയും കൂടി വാളയാറിൽ പോയി. ആളുകളിങ്ങനെ കടത്തി വിടാൻ തടഞ്ഞു നടന്നപ്പോൾ അതിന് എന്നെ ക്വാറൻറ്റൈനൊക്കെ അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് ക്വാറൻറ്റൈൻ പോയി. ഞാൻ ക്വാറൻറ്റൈനിൽ ഇന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി എൻ്റെ ബാല്യത്തിലേക്ക് തിരിച്ചു പോയി. ഞാനൊരു പുസ്തകം എഴുതി. മമ്മൂട്ടിയാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. ഓർമ്മകളുടെ സ്നേഹതീരനാണ്. ഭയങ്കര ചെറിയ പ്രായത്തിൽ ഒരുപാട് ത്യാഗവും ജീവിതത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, മഴ ചോരുമ്പോൾ മഴ പെയ്താൽ നിലത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഓരിപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഓർമ്മയുണ്ട്. നമ്മൾ 5-ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പാഠപുസ്തകം നനയാണ്ടിരിക്കാൻ വേണ്ടി അമ്മ എടുക്കണ ഒരു പ്രയാസം. മേലെ നിന്നിങ്ങനെ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ അടിയിലേക്ക് ഒഴുകി വീഴുമ്പോൾ പാത്രം വയ്ക്കും, അലുമിനിയം പാത്രം മൺകുടമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും. അതിൽ വീഴാൻ പച്ചോല പോയി ചീന്തിയിട്ട് കവുങ്ങിൻ്റെ പാള കൊണ്ടുവന്ന് ചീന്തിയിട്ട് ഓല ഇട വയ്ക്കും വീഴാണ്ടിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം 5-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിലോട്ട് വരുമ്പോൾ വീട് കത്തിപ്പോയി. പൂർണ്ണമായും വീട് കത്തിച്ചാമ്പലായി. ഒരു ചാപ്പ കെട്ടി അതിനുള്ളിൽ 9 മക്കളുണ്ട് ഞാനടക്കം എൻ്റെ അമ്മയ്ക്ക്. ഞങ്ങളൊരു കൂര കെട്ടിയിട്ട് അവിടെ താമസിച്ചു. അന്നും എൻ്റെ അച്ഛൻ വലിയ അഭിമാനിയായിരുന്നൊരു മീൻപിടുത്തക്കാരനാണ്, അഭിമാനിയായി. പക്ഷേ അച്ഛനെ സഹായിക്കാൻ ഈ ഞങ്ങളുടെ നാട്ടിലത്തെ മുസ്ലിം ഈഴവ കുടുംബങ്ങളിലെ ആളുകളാണ് ഉണ്ടായിരുന്നത്. കല്ല് കൊടുത്തവർ അച്ഛന്, തെങ്ങ് മുറിച്ച് കൊടുത്തവർ, ചിലർ അവരുടെ ഭാര്യമാരെ കാതിൽ കിടന്ന ചെറിയ പൊട്ടുകമ്മലെടുത്ത് നക്ഷത്രക്കമ്മലെടുത്ത് കൊണ്ടു കൊടുത്തവർ. അവസാനം തറ കെട്ടി കോടി കെട്ടി ആ കോടിയുടെ മേലെ ഓടുമിട്ട് ബാക്കിയെല്ലാം ഓലോണ്ട് മേഞ്ഞിട്ട് നാട്ടുകാർ സഹായിച്ചിട്ട് അച്ഛൻ വീട് വന്ന് ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുടെ പരിവരത്തെ യാഥാർത്ഥ്യത്തിലൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ട് എന്നോട് ഒരുപാട് പേർക്ക് അസൂയം കുശുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു സമുദായത്തിൻ്റെ പിന്തുണയില്ല.
ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരുത്തരും താങ്കൾ ഈ അടുത്ത കാലത്തൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. മോദി തൃശ്ശൂരിൽ വന്നപ്പോൾ ചാണകം തളിക്കാൻ താങ്കൾ പോയപ്പോൾ. അയ്യേ, അത് പറയാനില്ലേ നന്ദകുമാർജി, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഞാൻ ആ പോയ KSUക്കാരെ തള്ളി പറഞ്ഞ ആളാണ്. ആ പോയ KSUക്കാരെ വിമർശിച്ച ആളാണ്. അതിരൂക്ഷമായി അവർക്കെതിരെ പ്രതികരിച്ച ആളാണ്. പാർട്ടി ഫോറത്തിൽ അവരെ ഞാൻ താക്കീത് ചെയ്ത ആളാണ്. എനിക്ക് അതിനോട് യോജിപ്പില്ല. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഞാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിലും നരേന്ദ്രമോദിയെ ഒരിക്കലും അങ്ങനത്തെ പ്രവൃത്തി എന്നവർ അനുകൂലിക്കില്ല. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ചാണകം തെളിച്ചിട്ട് അവിടെയാണ് കിടന്നിട്ട് താങ്കൾ വളർന്നത് എന്ന് താങ്കൾ ഹൃദയത്തിൽ തട്ടി പറഞ്ഞൊരു വാചകമുണ്ട്. താങ്കളെ വീടിനെ പറ്റി പറയുമ്പോൾ ആ വരി കൂടി ഞാൻ ഓർക്കാം. കളിമണ്ണ് ഞാൻ എനിക്ക് ഓർമ്മിക്കുമ്പോൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയൊരു തറയാണ്. ആ തറയിൽ അമ്മ ചാണകം മെഴുകും കളിമണ്ണിൻ്റെ മുകളിൽ. അതിന് മേലെയാണ് പായിട്ടിട്ട് അമ്മ തന്നെ പുളിന്താഴ കൊണ്ട് ഉണ്ടാക്കണ പായുണ്ട്. ആ പായിട്ടിട്ട് കിടക്കുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് ചെറിയ പ്രായത്തിൽ ചാണകം മെഴുകിയ തറയിൽ കിടന്ന ഓർമ്മയുണ്ട്. എന്നെ അന്ന് ഇവിടുത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നെ പുറത്ത് ചാണകം കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെതിരാണ്. അന്ന് KSUക്കാർ പോയിട്ട് ആൽമരത്തിൻ്റെ അവിടേക്ക് ചാണകം വെള്ളം കൊണ്ട് ഒരു യോജിപ്പില്ല. അന്നുമില്ല ഇന്നുമില്ല നാളെയില്ല. അത് മോദിജീനെന്നല്ല, ഒരു മനുഷ്യനോടും അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, പറയാനും പാടില്ല. അത് എൻ്റെ സ്റ്റാൻഡ് നിലപാടാണ്. ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ കോലങ്ങൾ കത്തിക്കുന്നതിനെ പോലും അംഗീകരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭരണാധികാരിയുടെ കോലങ്ങൾ കത്തിക്കുന്നതിനെ പോലും അംഗീകരിക്കുന്ന ആളല്ല ഞാൻ. നമുക്കതിനൊക്കെ നിലപാടുണ്ട്. പക്ഷെ അന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു എന്നെ ചാണക വെള്ളത്തിൽ കുളിപ്പിക്കും എവിടെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചാണകം മെഴുകിയ തറയിൽ കിടന്ന് വിടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മേൽ ചാണകം വെള്ളം തട്ടിയത് കൊണ്ടോ പിന്നെ മീൻ വെള്ളം ഒഴിച്ചത് കൊണ്ടോ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ആ മീൻ വെള്ളം എന്ന് പറയുന്ന ഒരു വാചകത്തിൽ നിന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ മുക്കോന്മാരായിട്ട് മത്സ്യവുമായി ബന്ധപ്പെട്ടത് എൻ്റെ മീനിൻ്റെ മണമുണ്ട് എൻ്റെ. അതൊന്ന് വിവരിക്കാമോ? ഞാൻ എൻ്റെ അച്ഛൻ മീൻ അതും മനസ്സിൽ തട്ടുന്ന ഒരു വാചകമാണ് താങ്കൾ. എൻ്റെ അച്ഛൻ മീൻ പിടിക്കാൻ പോയ ആളാണ് കടലിൽ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിനേക്കാൾ മുമ്പ് രാവിലെ കടപ്പുറത്ത് പോകും, നിക്കറിട്ടിട്ട് ഒരു ബനിയനും ഇട്ടിട്ട്. എൻ്റെ അച്ഛൻ്റെ തോണി അതിരാവിലെ വരുന്നിടത്തു നിന്നും പുട്ടിൽ എന്ന് പറയും. ഈ പാടത്ത് മഴയത്ത് ഞാറ് പറിക്കാൻ പോകുമ്പോഴും ഞാറ് നടാൻ പോകുമ്പോഴും കർഷക തൊഴിലാളി തലയിൽ കൂടെ ഇടുന്നൊരു പിന്നെ കൈതോലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പായ പോലത്തെ സാധനം പുട്ടിൽ എന്ന് വിളിക്കും. അച്ഛൻ കടലിൽ കൊണ്ടുപോയി പുട്ടിലും തൊണ്ട് കൊണ്ടുപോകും. നാളികേരം കരിക്ക് ഇങ്ങനെ തൊണ്ടാക്കിയെടുത്ത് അതിൽ അരിയും ശർക്കരയും ഇടിച്ചത് കൊണ്ടുപോകും. അത് വാങ്ങാനും കറി വെക്കാനുള്ള മീനും വാങ്ങിക്കൊണ്ട് എല്ലാ രാവിലെയും കാലത്ത് അവിടെ പോയി അത് വാങ്ങി നേരത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് വീട്ടിലെ കുളത്തിൽ ചാടി കുളിച്ച് സ്കൂളിൽ ഓടിപ്പോയിരുന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ LP പഠിക്കണ കാലം മുതൽ അങ്ങനെ പോയിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ തോണി വരുന്നതിന് വേണ്ടി കാത്ത് ഞാൻ കടപ്പുറത്ത് നിന്ന് കാലിയായി വരുന്ന തോണി അച്ഛൻ്റെ തോണിയിൽ മീനില്ലാതെ നിങ്ങൾ വീട്ടിൽ പട്ടിണിയാണ്. ആ അച്ഛൻ്റെ തോണി വരുന്നത് നോക്കി ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ട് അതിൽ മീൻ ഉണ്ടാകണമെന്നൊക്കെ എന്നെ കരഞ്ഞ് കാത്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടും അച്ഛൻ കാലിയായിട്ട് വരുമ്പോൾ മുഖത്ത് നോക്കാതെ പിന്നെ കടലിൽ ഉപ്പ് മുഴുവൻ മേല് അടയാളങ്ങൾ തീർത്ത അച്ഛൻ കണ്ണീരോടുകൂടി എൻ്റെ കയ്യും പിടിച്ച് നടന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഒരു വൈകാരികത ഒരു പക്ഷേ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ നിന്നാണ് ഞാൻ ആ കടപ്പുറത്തെ പഞ്ചാരമ ഞാനിങ്ങനെ വന്നത്. താങ്കൾ പിന്നെ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു? ഞാൻ എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു ചെറുപ്പത്തിൽ. എൻ്റെ വീട്ടിലച്ഛൻ ഏത് കാലത്തും മഹാത്മാഗാന്ധി നെഹ്റു എന്നൊക്കെ പറഞ്ഞേക്കും. ചെറിയ പ്രായത്തിൽ ജനിക്കുമ്പോൾ ഗാന്ധിയുടെ പടം 3ാം ക്ലാസ് വരെ പഠിച്ച അച്ഛൻ വീട്ടിൽ ഗാന്ധിയുടെ പടം വെച്ചു. അപ്പോൾ ഞാൻ ഈ ഗാന്ധീശ്വരൻ എൻ്റെ വീട്ടിൽ അയ്യപ്പൻ്റെ പടമുണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയുടെ പടമുണ്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ പടമുണ്ട്, ഈ ഗാന്ധിയുടെ പടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ചോടി ചോദിക്കും ഭഗവാൻ കൃഷ്ണൻ, സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പൻ, അതിന് കൂടെ അതിനപ്പുറത്ത് ഗാന്ധി ഇരിക്കുക. അച്ഛൻ പറയും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പിതാവാണ്. ഈ ദൈവങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നീ ഈ അച്ഛനെ കൂടി ബഹുമാനിക്കണം. എൻ്റെ മനസ്സിൽ ഗാന്ധി അന്ന് മുതലേ ഒരു ബിംബമായിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ തലക്കുളം പറഞ്ഞ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ക്ലാസ് ലീഡറായി മത്സരിച്ചു, ജയിച്ചു. അങ്ങനെ സ്കൂൾ സാഹിത്യ സമാജ സെക്രട്ടറിയായി, സ്കൂളിൽ സ്പീക്കറായി, കോളേജിൽ വന്നിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കൗൺസിലറായി മത്സരിച്ചു.
അവിടെ നിന്ന് മുതൽ KSU സ്കൂൾ യൂണിറ്റ് പ്രസിഡന്റ്, കോളേജ് യൂണിറ്റ് പ്രസിഡന്റ്, താലൂക്ക് സെക്രട്ടറി, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും എന്നെ VM സുധീരൻ ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ VM സുധീരനാണ്. താങ്കൾ VM സുധീരൻ്റെ ശിഷ്യനാണോ അതല്ല AK ആൻ്റണീൻ്റെ ശിഷ്യനാണോ? എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ചെറുപ്പത്തിൽ എന്നെ കണ്ടെത്തിയത് കാരണം താങ്കൾ AK ആൻ്റണി ഞാൻ ഒരു പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ താങ്കൾ എന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ AK ആൻ്റണിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഞാൻ. അന്ന് എന്നെ വിളിച്ചിട്ടുള്ള ഒരേ ഒരാൾ താങ്കളാണ്. എന്നെ കണ്ടെത്തിയത് VM സുധീരനാണ്. ചെറുപ്പത്തിൽ VM സുധീരൻ അമ്മയുടെ വീടും എൻ്റെ വീടും അടുത്താണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരു ചെറിയ കൂരയെന്ന് വരുന്നൊരു കുട്ടിയുടെ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഞാൻ സ്കൂളിൽ പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റായിരുന്നു, കഥ ഫസ്റ്റായിരുന്നു, കവിത ഫസ്റ്റായിരുന്നു, ലേഖനം ഫസ്റ്റായിരുന്നു. സ്കൂളിൽ ഞാൻ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ കാലിക്കറ്റ് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ കബഡി ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെപ്പോലത്തെ ഒരു ആക്റ്റീവായ VM സുധീരൻ്റെ വീട് എൻ്റെ സ്കൂളിൻ്റെ നേരെ അപ്പുറത്തുള്ള കരോലി കനാലിൻ്റെ ഇക്കരയിലാണ്. ഒരു കരയിൽ VM സുധീരൻ്റെ വീടും മറുകര VM സുധീരൻ്റെ അമ്മയുടെ വീടും. എൻ്റെ അതേ പഞ്ചായത്തിലാണ് VM സുധീരൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ ആരൊക്കെ പറഞ്ഞ് VM സുധീരൻ അന്ന് എന്നെ ചെറുപ്പത്തിൽ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ അച്ഛനോട് ബോംബെ പോകാൻ പറഞ്ഞു, ഹോട്ടലിൽ ജോലി ചെയ്യാൻ വേണ്ടി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജബ്ബാർ എന്ന് പറഞ്ഞ ആളെടുത്ത് അച്ഛൻ 34 രൂപ കൊടുത്ത് ബോംബെക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. 3ാം ക്ലാസ് ട്രെയിൻ ടിക്കറ്റ്. എനിക്ക് ബോംബെക്ക് പോകാൻ പറഞ്ഞു. സ്കൂളിൽ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു, വീട്ടിൽ പഠിപ്പിക്കാൻ മാർക്കില്ല എന്ന് പറഞ്ഞു. അച്ഛനൊരു പാൻറ്റും ഷർട്ടും എടുത്തു തന്നു, ഒരു ഇരുമ്പ് പെട്ടിയും മേടിച്ചു തന്നു, ഒരു ചെരുപ്പും മേടിച്ചു തന്നു. എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കരമായ മോഹവും, പഠിക്കാനുള്ള മോഹവും പിന്നെ വിദ്യാർത്ഥി നേതാവിനുള്ള മോഹവും. അമ്മേൻ്റെ അടുത്ത് പോയി കരഞ്ഞിട്ടും അച്ഛനൊരു പിടിക്ക് സമ്മതിച്ചില്ല. പോകണം എന്തെങ്കിലും അച്ഛൻ ബോംബെ പോകാൻ പറഞ്ഞു. അങ്ങനെ ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് തീവണ്ടി കയറാനുള്ള ദിവസങ്ങളിൽ അടുത്തടുത്ത് വരികയാണ്. എനിക്ക് സമീപിക്കാവുന്നവരടുത്തൊക്കെ സമീപിച്ചു. അങ്ങനെ അവസാനം എൻ്റെ വീടിനടുത്തുള്ള സ്വാതന്ത്ര്യ സമര സേനാനി, ഞങ്ങളുടെ പള്ളിയിൽ മുത്തവലിയുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു മാളികൽ കുഞ്ഞിബാബു സാഹിബ്. അദ്ദേഹത്തിൻ്റെ മക്കളെൻ്റെ കൂടെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചത്. അവർ രണ്ടുപേരും SLC തോറ്റു. ഞാനന്ന് SLC ജയിച്ചു. എനിക്ക് മലയാളം സെക്കൻഡിൽ അന്ന് സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്കാണ് SSLCക്ക്. അപ്പോൾ ഞാൻ ബോംബെക്ക് പോകണു. 10ാം ക്ലാസ് തോറ്റ കുട്ടികൾ അവരോട്ടേക്ക് അവർ അന്ന് ജന്മികൾ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ജന്മികളാണ് ഈ മാളികൽ തറവാടെന്ന് പറയുന്നത്. അവർ ചെന്ന് വീട്ടിൽ നിന്നിട്ട് അവരെ അപ്പാട് പറഞ്ഞു, ഇങ്ങനെ പ്രതാപൻ്റെ അച്ഛൻ പഠിക്കാൻ സമ്മതിക്കണില്ല, പ്രതാപൻ്റെ ബോംബെക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. പ്രതാപൻ കരഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കശുമാവുണ്ട് വീട്ടിൽ, കശുമാവിനെ കൊമ്പിൽ കയറി എന്ന് കരയണ കണ്ടിട്ട് ഇവർ ചെന്ന് മാപ്പോട് പറഞ്ഞു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ അച്ഛനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അച്ഛൻ്റെ വലിയ ഫ്രണ്ടാണ് ഈ കുഞ്ഞിബാബു സാഹിബ് എന്ന് പറയുന്ന ആൾ, ഫ്രീഡം ഫൈറ്ററാണ് നാട്ടിലത്തെ. മരണപ്പെട്ടു പോയി. അച്ഛനോട് പറഞ്ഞു, പ്രതാപൻ സ്കൂളിൽ കോളേജിൽ പറഞ്ഞേക്കണം, നിങ്ങളവനെ ബോംബെക്ക് പറഞ്ഞിരിക്കരുത്. എൻ്റെ മക്കൾ രണ്ടുപേരും തോറ്റു SLC, അവൻ ജയിച്ചു. മണ്ണെണ്ണ ചിമ്മിന്ന് പഠിച്ചിട്ട് അവൻ ജയിച്ചത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ വീട്ടിൽ കറണ്ടില്ല, മണ്ണെണ്ണ ചിമ്മിനിയാണ്. മണ്ണെണ്ണ ചിമ്മിൻ്റെ ഇരുന്ന് പഠിച്ചിട്ട് അവൻ 10ാം ക്ലാസ് ജയിച്ചു. എല്ലാ സൗകര്യങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ചോറ്റുപാത്രത്തിൽ ചോറ് ഉച്ചയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പിന്നെ പരിചാരകരുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ മക്കൾ തോറ്റു. ആരാണ് മോനെ പഠിക്കാണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ്, ബോംബെക്ക് ടിക്കറ്റ്, ഈ കുഞ്ഞുമാസം ടിക്കറ്റ് മേടിച്ചിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ ടിക്കറ്റ് കയറി കളഞ്ഞു. അവർക്ക് അഡ്മിഷൻ വേണം. ഞാൻ SML അഡ്മിഷൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായി പ്രീ ഡിഗ്രിക്ക്. ഞാൻ VM സുധീരനെ പോയി കണ്ടു. VM സുധീരൻ ഒരു കത്ത് വന്നു, TR രാഘവന്, തൃശ്ശൂർ എലൈറ്റ് ഫാബ്രിക്സും എലൈറ്റ് ഹോട്ടലിൻ്റെ ഒക്കെ ആളായിരുന്നു TR രാഘവൻ. നാട്ടിൽ SM കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ് ആൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ആരാധകരും അനുയായിയാണ്. ഞാൻ VM സുധീരനെ കത്ത് വേണ്ടി ഞാൻ TR രാഘവൻ്റെ അടുത്ത് ചെല്ലാണ്, തൃശ്ശൂർ അയ്യന്തോളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. കത്ത് വായിച്ചു നോക്കി. അദ്ദേഹം പെട്ടെന്ന് ഉള്ളിൽ പോയി ഒരു മറുപടി കത്ത് എഴുതി, ഒരു കവറിൽ കത്തും, ഒരു കവറിൽ എനിക്ക് പൈസയും വെച്ചിട്ട് പറഞ്ഞു, ഈ പൈസ വെച്ച കവർ ഇപ്പോൾ തുറക്കരുത്, വീട്ടിൽ ഇപ്പോൾ തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കത്ത് കൊണ്ടുപോയി നാട്ടിൽ സ്മോൾ പ്രിൻസിപ്പളിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കോളേജിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെ ചേർന്നു. മറ്റേ കത്ത് തുറന്നപ്പോൾ അന്ന് 250 രൂപ, അന്ന് 250 രൂപയാണ്. അതിൽ ഒരു കുറിപ്പും വെച്ചിട്ടുണ്ട്. ഷർട്ടും മുണ്ടും പുതിയത് വാങ്ങിക്കുക. ഞാൻ TR രാഘവനെ കാണുമ്പോൾ വില മുഷിഞ്ഞ ഷർട്ടും മുണ്ടായിരുന്നു. ഷർട്ടും മുണ്ടും പുതിയത് വാങ്ങിക്കുക, കോളേജിലേക്ക് ആവശ്യമുള്ള പുസ്തകം വാങ്ങുക, ബാക്കി കാശ് അമ്മയ്ക്ക് കൊടുക്കുക. ഈ ഇലക്ഷനിൽ, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് തൃശ്ശൂരിൽ ഇഷ്യൂ ആയിട്ടുള്ളത്? തൃശ്ശൂർ ഞങ്ങൾ രാഷ്ട്രീയം പറയണത്, രാഷ്ട്രീയം വെറുപ്പിനെതിരെയുള്ള രാഷ്ട്രീയം. ഈ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റും അവരുടെ ഭരിക്കുന്ന പാർട്ടിയും സംഘപരിവാറിനെയും BJPനെയും RSSനെയും ഉപയോഗിച്ച് രാജ്യത്ത് വെറുപ്പ് സൃഷ്ടിക്കുകയാണ്.
അത് മതങ്ങളുടെ പേരിൽ, സമുദായങ്ങളുടെ പേരിൽ, അതിന് കോർപ്പറേറ്റ് പണവും ഉപയോഗിക്കുകയാണ്. വെറുപ്പിനെതിരെയുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഇലക്ഷൻ നേരിടുന്നുള്ളൂ. കേരളം ഭരിക്കണ ഗവൺമെൻറ് ഇതുപോലത്തെ ഒരു ദുരിതമുള്ളൊരു ഗവൺമെൻറ്, പെൻഷനില്ല, ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒരു കുറവുമില്ല. അപ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതം ഭയങ്കരമാണ്. ഞങ്ങളിത് പറഞ്ഞിട്ടേ കൂട്ടി ചോദിക്കുന്നുള്ളൂ. ഒപ്പം ഞാൻ 5 വർഷത്തോടെ MP ആയിരുന്നു. എനിക്ക് കിട്ടിയ MP ഫണ്ട് മുഴുവൻ നാട്ടിൽ കൊടുത്തിട്ടുണ്ട്, ചിലവഴിച്ചിട്ടുണ്ട്, വെറുതെ ഇരുന്നിട്ടില്ല. പാർലമെൻറ്റിൽ പോയിട്ട് ഞാൻ ചോദ്യം ചോദിച്ചതിലും ഉത്തരം വിളിച്ചതിലും അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ നടത്തിയതിലും പിന്നെ പാർലമെൻറ്റ് നടപടിയിൽ ഇടപെട്ടതിലും ഞാൻ മുൻപുള്ള MP-മാരുടെ റെക്കോർഡ് നോക്കുക, എൻ്റെ റെക്കോർഡ് നോക്കുക, ഞാൻ സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ 2 കാര്യം പറയും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. വെറുപ്പിന് വേണ്ടി വോട്ട് ചെയ്യണമെങ്കിൽ വെറുപ്പിന് വോട്ട് ചെയ്യട്ടെ. ഇവിടെ മതത്തിൻ്റെ പേരിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസൽമാനെയും ഭിന്നിപ്പിക്കുന്നതോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്, ന്യൂനപക്ഷ വർഗീയ ഫാസിസത്തിനും എതിരാണ്. 2 വർഗീയ ഫാസിസത്തെ ഞങ്ങൾ ഒരുപോലെ എതിർക്കും. അതായത് ഇവിടെ കേരളത്തിലുണ്ടായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഈ ഇപ്പം ഉണ്ടായിട്ടുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള സംഭവങ്ങൾ, അതിലൊക്കെ തന്നെ പ്രതികൾ എല്ലാം സുരക്ഷിതരായിട്ട് നിൽക്കുന്നു. ഇത് ഏറ്റവും ബാധിച്ചിട്ടുള്ള ജില്ലയാണ് തൃശ്ശൂർ. അത് എത്രമാത്രം ഈ ഇലക്ഷന് കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നയങ്ങളെയും രാഷ്ട്രീയത്തെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ തൃശ്ശൂർ ജനങ്ങൾ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള തട്ടിപ്പിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. LDF അതിനെ ന്യായീകരിക്കുകയായിരുന്നു, അത് CPM-ഉം CPI-യും മത്സരിച്ച് ന്യായീകരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോയി ഓരോ വീട്ടിലും മരണപ്പെട്ട 6 വീടുകളിൽ പോയി, ആത്മഹത്യ ചെയ്ത വീടുകളിൽ പോയി അവർക്ക് വേണ്ടി മുന്നിൽ കുത്തിയിരുന്നു. ഞാൻ ഒരു ദിവസം പദയാത്ര നടത്താൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം മുഴുവൻ ദിവസവും കരുവന്നൂർ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ വീടാന്തരം ഗ്രാമങ്ങളിൽ പോയി കാൽനടയാതെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി നടത്തിയാണ് ഞാൻ അവിടെ പോയിട്ട്. അവിടെ നിന്ന് തൃശ്ശൂർ നടത്തിയ അതുകൂടെ ഞങ്ങൾ നിലപ്പെട്ടു. CPM പ്രതികളെ ന്യായീകരിക്കാൻ തന്നു, CPI ആ ന്യായീകരണത്തിന് കൂട്ടുനിന്നു. 2 കൂട്ടരും LDF-ലെ 2 പ്രധാനപ്പെട്ട പാർട്ടികളും കരുവന്നൂർ തട്ടിപ്പുകാരുടെ കൂടെ നിൽക്കുകയായിരുന്നു. ഇതൊക്കെ ജനങ്ങളോട് ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഈ സംഭവം അറിയുകയും ചെയ്യാം. ഉറപ്പായും അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇപ്പം കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നമുക്ക് ഇവിടെ എറണാകുളത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ഒരു ദിവസം തന്നെ 4 കേസുകളെടുത്തു. അവിടെയുള്ള ആളുകളെല്ലാം ഒരു വന്യമൃഗങ്ങളുടെ ഈ ആക്രമണത്തിൽ ക്രൂരമായ രൂപത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇത് എത്രമാത്രം ഈ ഇലക്ഷനിൽ ആവും? അതേപോലെ വയനാട് പൂക്കോട്ട് ഉണ്ടായിട്ടുള്ള സംഭവം. കേരള ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ നരേന്ദ്രമോദിയും ആ ഗവൺമെൻറ്റും ചെയ്യുന്നതിൻ്റെ അതേ പതിപ്പാണ് ഇവിടെ ചെയ്യുന്നത്. വിമർശിക്കുന്നവരെയും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാം, ആ പീഡനത്തിന് വേണ്ടി മാതൃകാപരമായി നേതൃത്വം കൊടുക്കുകയാണ് നരേന്ദ്രമോദി ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ പിണറായി വിജയൻ ഗവൺമെൻറ്റും. ASUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, ഇപ്പോൾ ഏറ്റവും അവസാനം സൂചിപ്പിച്ച എറണാകുളം DC പ്രസിഡന്റ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തല്ലി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിൻ്റെ യാത്ര നടന്ന സന്ദർഭത്തിൽ റോട്ടിൽ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികരിച്ചവരൊക്കെ ദയാദാക്ഷിണ്യമില്ലാതെ തല്ലി തകർത്ത് ചതച്ചരയ്ക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ഞെട്ടിപ്പോകും. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. സമരമാണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ രസതന്ത്രം. സമരമാകുന്ന രസതന്ത്രത്തിൻ്റെ പിന്നെ മുങ്ങിത്തപ്പി വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജീവിതവും സമരവും സമമാണ്. ആ ജീവിതവും സമരവും സമമായ കമ്മ്യൂണിസ്റ്റുകാരാണ് സമരം ചെയ്ത ആളുകളെ തല്ലി തകർത്ത് ജീവിതം നശിപ്പിച്ചു. ഒരു കേസ് പെൺകുട്ടീനെ ഇനി ആ കുട്ടിക്ക് ഇല്ലാതാക്കി മാറ്റി. ക്രൂരത, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പൂക്കോട്ടെ വിദ്യാർത്ഥിക്ക് സിദ്ധാർത്ഥനുണ്ടായത്. ഇതിനെല്ലാം ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്, പാർട്ടി ന്യായീകരിക്കുകയാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോളൂ, പാർട്ടിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, ഏത് പാർട്ടിക്കാർക്കും. എൻ്റെ പാർട്ടിക്കും പിണറായി വിജയൻ്റെ പാർട്ടിക്കും പിന്നെ BJP പാർട്ടിക്ക് പാർട്ടിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനകത്ത് കുറച്ച് ജനമുണ്ട് ഈ നാട്ടിൽ. അവൻ ആരും അണ്ടർ എസ്റ്റിമേറ്റ് നടത്തണ്ട ആ ജനങ്ങളോട്. അവർക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ കഴിവുണ്ട്. അവരാരും തളച്ച ഒരു പാർട്ടി ഓഫീസിൽ പണയം വെച്ചിട്ടില്ല, ഒരു പാർട്ടിയുടെ ഓഫീസിൽ പണയം വെച്ചിട്ടില്ല. അവരാണ് എല്ലാത്തിൻ്റെയും അന്തിമ വിധി നിർണ്ണയിക്കുന്നത്. കേരളത്തിൽ എത്ര സീറ്റുകൾ UDF 20 ജയിക്കും. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ? ഇന്ത്യ മുന്നണി ആദ്യത്തെ തുടക്കത്തിലുള്ള സ്റ്റെപ്പിൽ കുറച്ച് കഴിഞ്ഞ പ്രദേശം പ്രയാസം വന്നു. വീണ്ടും ഇന്ത്യ മുന്നണി ഡെവലപ്പ് ചെയ്ത് വരികയാണ്.
പറയാറായിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴേ പറയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള കിരീട പ്രശ്നം എത്രമാത്രം ഇലക്ഷനിൽ താങ്കളെ സഹായിക്കും? ദൈവവിശ്വാസം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. വഴിപാടുകൾ ചെയ്യുന്നതും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ദയവ് ചെയ്ത് അതിനാരും രാഷ്ട്രീയമായി കൂട്ടിക്കുറക്കരുത്, ഒരാളും കൂട്ടിക്കുറക്കരുത്. ഓരോരുത്തർക്കും ഓരോരുത്തർ വിശ്വാസം ഉണ്ടാവും. ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ്. എല്ലാ മാസവും പൂര നക്ഷത്രം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആളാണ്. ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെയ്യുന്ന വഴിപാട് എൻ്റെ വിശ്വാസപ്രദമായ വഴിപാടാണ്. അതിൽ അളവും തൂക്കവും അതിലെ സംഖ്യയൊന്നും നോക്കി ആരും പറയരുത്. ഞാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്ന ആളാണ്. ഞാൻ എല്ലാ റമദാനിലും എൻ്റെ സുഹൃത്തുക്കളോട് ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് റമദാൻ കാലത്ത് നോമ്പെടുക്കുന്ന ആളാണ്. ഞാൻ മതവിശ്വാസിയല്ലല്ലോ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. സ്നേഹത്തിൻ്റെ ഭാഗമാണ്, ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈശ്വര വിശ്വാസിയാണ്. എനിക്ക് തൊഴുകൈയോടുകൂടി ഇത് ആരെയും കാണുകയും കേൾക്കാൻ ഞാൻ അവരോട് പറയാനുള്ളത്, ഓരോരുത്തരുടെ വിശ്വാസത്തെയും ഓരോരുത്തരുടെ വഴിപാടിനെയും ആവശ്യമില്ലാതെ രാഷ്ട്രീയവുമായും തെരഞ്ഞെടുപ്പുമായും വഴിച്ചിറക്കരുത്. ഓരോരുത്തരും അവരവരുടെ യഥാഹി ധർമ്മസ്യ, അവർക്ക് വിശ്വാസമുള്ളതുപോലെ അവരുടെ വഴിപാടും കർമ്മവും ചെയ്തോട്ടെ. ഞാൻ അതിനെ വിമർശിക്കാനുമില്ല, അതിനെ വേറെ അർത്ഥത്തിലെടുക്കാനുമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളി കണ്ടാലും പള്ളിയിൽ പോകുന്ന ആളാണ്, ക്ഷേത്രങ്ങളെ കണ്ട ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ്, ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണ്. ഒന്നുകൂടി അടിയുറച്ച് പറഞ്ഞു, ദൈവവിശ്വാസവും മതവിശ്വാസവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുറക്കരുത്. മതവും ദൈവവിശ്വാസവും ഓരോ വ്യക്തിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടിനെയും രണ്ടാക്കി മാറ്റുക. മതത്തെയും ദൈവവിശ്വാസത്തെയും രാഷ്ട്രീയമായി കൂട്ടിക്കുറയ്ക്കാൻ ആര് ശ്രമിച്ചാലും അത് അരുതേ എന്ന് പറയാൻ എൻ്റെ മനസ്സാക്ഷിയായിരിക്കണം. താങ്കൾക്ക് പ്രേക്ഷകരോട്, ജനങ്ങളോട് പറയാനുള്ള എന്താണ് അവസാനം? ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ ഏത് സങ്കടത്തിലും സന്തോഷത്തിലും ഞാനുണ്ടാവും. അതെനിക്ക് അതിനൊരു മേലങ്കി ആവശ്യമില്ല. പിന്നെ എൻ്റെ തൃശ്ശൂർക്കാർ, എൻ്റെ സ്വന്തം തൃശ്ശൂർക്കാർ, നിങ്ങളിൽ എന്നെ വിമർശിച്ചവരുണ്ടാവും, എനിക്കെതിരെ വക്രീകരിച്ച പോസ്റ്റുകൾ ലൈക്ക് ചെയ്തവരും ഷെയർ ചെയ്തവരുണ്ടാവും, എന്നെ കണ്ണിൽ ചോരയില്ലാതെ നിശ്ചിതമായി ആക്രമിച്ചവരുണ്ടാകും. എനിക്കൊരു പണക്കമില്ല, ഒരു പരിഭവമില്ല. നിങ്ങൾക്കെന്തൊരു സങ്കടം വന്നാൽ, നിങ്ങൾക്കൊരാവശ്യം വന്നാൽ, ഞാൻ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാത്ത ഒരു കുടുംബക്കാരനെ പോലെ ഞാൻ കൂടെ ഉണ്ടാകും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, നിങ്ങൾ BJP ആവട്ടെ, നിങ്ങൾ UDF ആവട്ടെ, പാർട്ടി ഇല്ലാത്തവരാവട്ടെ, സ്നേഹം തരും, ഞാൻ ഉറപ്പായി തരും. നിങ്ങളുടെ ന്യായത്തിന് വേണ്ടി എവിടെ ബാധിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. അതിന് MP സ്ഥാനം ബാധകമല്ല, MLA സ്ഥാനം ബാധകമല്ല, ഏതെങ്കിലും പാർട്ടി സ്ഥാനം ബാധകമല്ല. ഒന്നുമില്ലാത്തിരിക്കുന്ന സന്ദർഭത്തിലും ഓർമ്മയുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എന്നെ സമീപിക്കുന്നവർക്കും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നവർക്കും അവരുടെ ഒരു ബന്ധുവായി കൂടെ ഉണ്ടാകും. എനിക്ക് പറയാം. പട്ടിണിയുടെ കഷ്ടപ്പാടിൽ നിന്ന് MLA ആയി പിന്നീട് MP ആയി ഇന്ന് ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറിയിട്ടുള്ള നമ്മുടെ TN പ്രതാപന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് നന്ദകുമാറിനെ ഞാൻ വിമർശനാത്മകമായി കണ്ടിട്ടുണ്ട്, സ്നേഹാത്മകമായി കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ്. എന്നെ വേണ്ടി പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും.